നമസ്കാരം. എമിലി ബ്ലാക്കിന്റെ ആ ചോദ്യത്തിന് മാർക്ക് മറുപടി പറയാൻ ആദ്യം ഒന്ന് വിസമ്മതിച്ചു. മാർക്ക് നിശബ്ദനായിരിക്കുന്ന കണ്ടതും എമിലി മാർക്കിനോട് പറഞ്ഞു, ഓക്കെ, എനിക്ക് മനസ്സിലായി, ജിയാങ് ആണ് മാർക്കിന്റെ പുറത്തു തൊട്ടതല്ലേ. പെട്ടെന്ന് എന്തോ ആലോചിച്ചതുപോലെ മാർക്ക് എമിലിയോട് ചോദിച്ചു, ഈ ജിയാങ് ശരിക്കും ശക്തനാണോ? മാർക്ക് അങ്ങനെ ചോദിച്ചാൽ എനിക്ക് ഒരു ഉത്തരം പറയാൻ പറ്റത്തില്ല. പക്ഷെ ഒരു കാര്യം എനിക്കറിയാം, ജിയാങ് ഒരു മാർഷൽ ഗ്രാൻഡ് മാസ്റ്ററാണ്. മാർഷൽ സ്കൂളുകളിൽ മാർഷൽ ആർട്സ് പഠിപ്പിക്കുമ്പോൾ ആദ്യത്തെ 9 സ്റ്റേജ് കഴിയുമ്പോൾ അവർ ഇന്നർ സ്ട്രെങ്ത് മാസ്റ്റർ ആകും. ഇന്നർ സ്ട്രെങ്ത് മാസ്റ്റർ 9 ലെവൽ കഴിയുമ്പോഴാണ് ഇന്നർ സ്ട്രെങ്ത് മാസ്റ്റർ ഹാൻഡ്സ് ആവുന്നത്. അതും ഒരു 9 ലെവലുണ്ട്. അത് കഴിയുന്ന ആളുകളാണ് ഇന്നർ സ്ട്രെങ്ത് പാസ്റ്റ് മാസ്റ്റർ ആവുന്നത്. അത് 9 ലെവൽ കഴിയുമ്പോഴാണ് ഒരാൾ ഇന്നർ സ്ട്രെങ്ത് ഗ്രാൻഡ് മാസ്റ്റർ ആവുന്നത്. സാധാരണഗതിയിൽ ആദ്യത്തെ 9 ലെവൽ കഴിയാൻ തന്നെ ആളുകൾ ശരിക്കും ബുദ്ധിമുട്ടും. മാർക്ക് ഫെല്ലർക്കൊപ്പമുള്ള നീൽ ഫ്ലെമിംഗ് ആദ്യത്തെ 9 ലെവലിൽ 8ാമത്തെ ലെവൽ വരെ എത്തിയിട്ടുള്ളൂ. ആ കാര്യം അറിയാവുന്ന മാർക്ക് ജിയാങ് ബ്ലാക്ക് ഒരു ഗ്രാൻഡ് മാസ്റ്റർ ആണെന്ന് കേട്ടപ്പോൾ ശരിക്കും അമ്പരന്ന് പോയി തന്നെ പറയാം. മാർക്കും ജിയാങ്ങും തമ്മിലുള്ള അകലം വളരെ വലുതാണ്. ജിയാങ്ങിനെ പോലുള്ള 100 കണക്കിന് ആളുകൾ ഉറപ്പായും തലസ്ഥാനത്ത് ഉണ്ടാകും. അവരെയൊക്കെ എതിരിട്ട് തോൽപ്പിച്ചാൽ മാത്രമേ അവന് എമിലിയെ സ്വന്തമാക്കാൻ പറ്റൂ. മാർക്ക് ഒരു കൊല്ലം കഴിഞ്ഞിട്ട് ന്യൂസ് ടെറസിൽ ചെന്ന് അവന്റെ ശക്തി കാണിക്കുന്നതിനെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ എമിലിയെ കൗണ്ടറിൽ വിളിച്ച് ചില കാര്യങ്ങളൊക്കെ സൂചിപ്പിക്കുകയാണ്. ഏകദേശം ഒരു 10-20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ കൗണ്ടറിൽ നിന്ന് ഒരാൾ കുറെ മരുന്നുകളുമായി അവരുടെ മുറിയിലേക്ക് വന്നു. ഓയിൻമെന്റുകളും അതുപോലെ ഉള്ളിൽ കടിക്കാവുന്ന മരുന്നുകളൊക്കെ ഉണ്ട്. ജിയാങ് ബ്ലാക്ക് മാർക്കിനെ ഉപദ്രവിച്ചുവെങ്കിലും മാർക്കിന്റെ എല്ലുകൾ പൊട്ടിക്കാനോ മാർക്കിന്റെ ഡാൻറ്റൈൻ തകർക്കാനോ ജിയാങ് ശ്രമിച്ചിട്ടില്ല. മാർക്കിനെ ഒന്ന് വേദനിപ്പിച്ച് വിട്ടിരിക്കുകയാണ് ജിയാങ്. ആ കാര്യം എമിലിക്ക് ഏതാണ്ട് ബോധ്യമായിട്ടുണ്ട്. എമിലി ആ ഓയിൻമെന്റുകൾ കിട്ടിയതും മാർക്കിനോട് പറഞ്ഞു, മാർക്ക് ഷർട്ടൊക്കെ അഴിച്ചേ. എമിലി എന്തിനാ? മാർക്ക് ഈ ഓയിൻമെന്റ് ശരീരത്തിൽ പുരട്ടണം. എമിലി ഞാൻ പുരട്ടിക്കൊള്ളാം. ഹേയ് മാർക്ക്, ഈ വയ്യാത്ത അവസ്ഥയിൽ എങ്ങനെയാ സ്വന്തമായിട്ട് ഓയിൻമെന്റ് ഒക്കെ ഇടുക? ഷർട്ട് അഴിക്ക്. അവള് നിർബന്ധിച്ചപ്പോൾ മാർക്ക് ഷർട്ട് അഴിച്ചു. മാർക്ക് ഷർട്ട് അഴിച്ചപ്പോഴാണ് എമിലി മാർക്കിന്റെ ശരീരത്തിൽ ജിയാങ് ഏൽപ്പിച്ചിരിക്കുന്ന ആ പരിക്കുകൾ വ്യക്തമായി കാണുന്നത്. ജിയാങ് മാർക്കിന്റെ വയറ്റിൽ ആഞ്ഞു ചവിട്ടിയപ്പോൾ അവിടെ ഒരു പാട് വീണിട്ടുണ്ട്. അതേസമയത്ത് മാർക്ക് ചുവരിൽ ചെന്ന് ഇടിച്ചതിന്റെ പാട് മുതുകിലുമുണ്ട്. അനവധി തവണ മാർക്ക് ചുവരിൽ ഇടിച്ച് വീണതിന്റെ പാട് മുതുകിൽ പല ഭാഗത്ത് കാണാനുണ്ട്. ആ ചതവുകളും മുറിവുകളും കണ്ട എമിലി ഒന്ന് വിതുമ്പി എന്ന് പറയാം. അവൾ വേഗം ആ ഓയിൻമെന്റ് എടുത്ത് മാർക്കിന്റെ മുതുകിൽ ആ ചതവ് പറ്റിയ ഭാഗത്തൊക്കെ സാവധാനം പുരട്ടി തുടങ്ങി. മാർക്ക് ഫെല്ലർക്ക് ഓർമ്മ വെച്ചതിന് ശേഷം ആദ്യമായിട്ടാണ് അവന്റെ ശരീരത്തിൽ ആരെങ്കിലും ഇതേ ശൈലിയിൽ ഓയിൻമെന്റ് പുരട്ടുന്നത്. അല്ലെങ്കിൽ ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ അവൻ ആരെങ്കിലും കാര്യമായി ശുശ്രൂഷിക്കുന്നത് അവന്റെ ഓർമ്മയിൽ ഇതാദ്യമാണ്. അതുകൊണ്ട് തന്നെ എമിലി ബ്ലാക്കിന്റെ ആ മൃദുലമായ കൈ അവന്റെ മുതുകിലൂടെ അങ്ങനെ തലോടുമ്പോൾ അവന് എന്തെന്നില്ലാത്ത ഒരു അടുപ്പം എമിലിയോട് തോന്നുകയാണ്. ഇതാ ഭൂമിയിൽ ഒരാൾ തന്നെ നോക്കാനായി ഉണ്ടായിരിക്കുകയാണ്. അവൻ വിവാഹിതനായിരുന്ന സമയത്ത് അവന്റെ ഭാര്യ യാനിമ സൺ അവനോട് പെരുമാറിയിരുന്നത് തികച്ചും നികൃഷ്ടമായ ശൈലിയിലാണ്. ഒരു വീട്ടുജോലിക്കാരന് അപ്പുറം ഒരു പരിഗണനയും യാനിമ മാർക്കിന് കൊടുത്തിരുന്നില്ല എന്നതാണ് സത്യം. ഇപ്പോ ഇതാ ആദ്യമായിട്ട് ഒരു സ്ത്രീ വളരെ കരുതലോടുകൂടി അവന് ശുശ്രൂഷിക്കുകയാണ്. ഏകദേശം 1 മണിക്കൂറായപ്പോ എമിലി മാർക്കിന്റെ ആ ചതഞ്ഞ ഭാഗത്തൊക്കെ ഓയിൻമെന്റ് പുരട്ടിക്കഴിഞ്ഞു. മാർക്കിന് കഴിക്കാനുള്ള ഗുളികയും അവൾ വാങ്ങിച്ചിരുന്നുകൊണ്ട് ആ ഗുളിക കഴിച്ചപ്പോൾ മാർക്കിന് ഒരു ആശ്വാസമായി. മാർക്കിന് ഗുരുതരമായ പരിക്കൊന്നുമില്ല. അത് മനസ്സിലാക്കിയ മാർക്ക് സന്തോഷത്തോടുകൂടി എമിലിയോട് പറഞ്ഞു, മിസ് എമിലി, സത്യമായിട്ടും എനിക്ക് വലിയ പരിക്കൊന്നും ഏറ്റിട്ടില്ല. മാർക്ക്, അതെന്തോ ആവട്ടെ, നമുക്ക് ഭക്ഷണം കഴിക്കാൻ പോയാലോ? മാർക്കിനോട് ഒന്നിച്ച് കറങ്ങാൻ അവൾക്ക് അവളുടെ അച്ഛൻ കൊടുത്തിരിക്കുന്ന 3 ദിവസത്തിലെ ആദ്യത്തെ ദിവസമാണ് അന്ന്. അതുകൊണ്ട് തന്നെ മാർക്കിനോടൊപ്പം പരമാവധി എന്റർടൈൻമെന്റ് ആക്ടിവിറ്റികളിൽ പങ്കെടുക്കുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ എമിലിയുടെ ടാർഗറ്റ്. എമിലി ഭക്ഷണത്തെക്കുറിച്ച് സൂചിപ്പിച്ചതും മാർക്ക് സന്തോഷപൂർവ്വം എമിലിക്കൊപ്പം ഇറങ്ങി. കാറിലേക്ക് കയറിയപ്പോൾ എമിലി മാർക്കിനോട് ചോദിക്കുകയാണ്, മാർക്കിന് ഏതെങ്കിലും പ്രത്യേക ഭക്ഷണം കഴിക്കാൻ താല്പര്യമുണ്ടോ? എമിലിയുടെ ചോദ്യം കേട്ടതും മാർക്ക് പറഞ്ഞു, അതിപ്പോ എന്തായാലും എനിക്ക് ഒരുപോലെയാണ്. മാർക്ക് അങ്ങനെയല്ല. മാർക്കിന് ഏറെ ഇഷ്ടമുള്ള
എന്താ വേണ്ടതെന്ന് എന്നോട് പറ, നമുക്ക് അത് വാങ്ങിക്കാം. അങ്ങനെ എമിലി എടുത്തു പറഞ്ഞതും മാർക്ക് എമിലിയോട് പറഞ്ഞു, മിസ് എമിലി, എനിക്ക് ഈ സീ ഫുഡൊക്കെ കഴിച്ചാൽ കൊള്ളാമെന്ന് ഒരു താല്പര്യമുണ്ട്. അത് കേട്ടതും എമിലി മാർക്ക് ഒന്നിച്ച് ചിൽ ടൗണിലെ ആ സീ ഫുഡ് വിൽക്കുന്ന ബീച്ചിന്റെ ഭാഗത്തുള്ള റെസ്റ്റോറൻറ്റിലേക്ക് വന്നു. മിഡിൽ സിറ്റിയുടെ ഭാഗത്ത് കടലില്ലാത്തത് കൊണ്ട് തന്നെ മിഡിൽ സിറ്റിയിൽ അങ്ങനെ കടൽ വിഭവങ്ങൾ അധികം എത്താറുമില്ല. കടൽ വിഭവങ്ങൾ എത്തുകയാണെങ്കിൽ തന്നെ അതിന് വലിയ വിലയുമാണ്. അങ്ങനെ വില കൊടുത്ത് വാങ്ങുന്ന വിഭവങ്ങൾ സൺ കുടുംബത്തിൽ എത്താറുണ്ട്. പക്ഷെ അതൊന്നും മാർക്കിന് കഴിക്കാൻ കൊടുക്കില്ല എന്ന് മാത്രം. അതുകൊണ്ടാണ് മാർക്ക് എമിലി ചോദിച്ചപ്പോൾ അങ്ങനെ പറഞ്ഞത്. ഒരു അടിപൊളി റെസ്റ്റോറൻറ്റിലേക്കാണ് അവരെത്തിയത്. ശരിക്കും എമിലി മാർക്കിന് വേണ്ടി ആ റെസ്റ്റോറൻറ്റിലെ ഏറ്റവും നല്ല വിഭവങ്ങൾ ഒന്നടങ്കം വാങ്ങിച്ചു എന്ന് പറയാം. ഒരു ആനയെ തിന്നാനുള്ള വിശപ്പ് മാർക്കിന് ഉണ്ടായിരുന്നെന്ന് ആ മേശപ്പുറത്ത് നിരുന്ന വിഭവങ്ങൾ ഒന്നൊന്നായി തീരുമ്പോൾ എമിലിക്കും മാർക്കിനും ഒരുപോലെ ബോധ്യമാവുകയാണ്. എന്തായാലും നല്ല രീതിയിൽ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞതും മാർക്കിനോടായി എമിലി ചോദിച്ചു, മാർക്ക്, അടുത്ത പരിപാടി എന്താണ്? നമുക്ക് എവിടെ പോവാം? മിസ് എമിലി, നമുക്ക് സൗത്ത് സിറ്റിയിലൊന്ന് പോകാൻ പറ്റൂ. മാർക്ക്, സൗത്ത് സിറ്റിയിലോ? അവിടെ എന്തിനാ പോകുന്നത്? മിസ് ബ്ലാക്ക്, അവിടെ ഒരു ലേലം നടക്കുകയാണ്. ആ ലേലത്തിൽ ചിലപ്പോൾ വിലപിടിപ്പുള്ള ഏതെങ്കിലും ഔഷധങ്ങൾ വിൽപ്പനയ്ക്ക് വരാൻ സാധ്യതയുണ്ട്. അത് വാങ്ങിച്ചാൽ കൊള്ളാമെന്ന് ഒരു ആഗ്രഹം എനിക്കുണ്ട്. മാർക്ക് അത് സൂചിപ്പിച്ചതും എമിലി മാർക്കിനെ കൊണ്ട് സൗത്ത് സിറ്റിയിലേക്ക് തിരിച്ചു. ചിൽ ടൗണിൽ നിന്ന് സൗത്ത് സിറ്റിയിലേക്ക് ഏകദേശം ഒരു 6 മണിക്കൂറോളം ഡ്രൈവ് ചെയ്താലേ എത്തത്തുള്ളൂ. ചിൽഷെയർ പ്രോവിൻസിലെ ഏറ്റവും തെക്കുള്ള സിറ്റിയാണ് ഈ സൗത്ത് സിറ്റി. സൗത്ത് സിറ്റിയിൽ ഒരു വാഹനം എത്തപ്പോൾ തന്നെ മാർക്കിന് ഒരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യാണ്. സൗത്ത് സിറ്റിയുടെ പ്രത്യേകത വിശാലമായ മലനിരകളും നദികളും വനമൊക്കെയാണ്. അതിൻ്റെതായ ഒരു ഫ്രഷ്നെസ് ആ സിറ്റിയിലേക്ക് കടക്കുമ്പോൾ തന്നെ മാർക്കിന് അനുഭവപ്പെട്ടു തുടങ്ങി. ശരിക്കും അവന് സ്പിരിച്വൽ എനർജിയുടെ സാന്നിധ്യം ഫീൽ ചെയ്യുന്നുണ്ട്. മാർക്കും എമിലിയും കൂടി ലേലം നടക്കുന്ന ഹാളിന്റെ മുൻപിലെത്തുമ്പോൾ സമയം വൈകുന്നേരം 7 മണിയാണ്. ആ ഹാളിലേക്ക് കടക്കുമ്പോൾ തന്നെ മാർക്ക് പുറത്ത് കിടക്കുന്ന വാഹനങ്ങളൊക്കെ ഒന്ന് നോക്കിയിരുന്നു. ശരിക്കും വിലപിടിപ്പുള്ള വാഹനങ്ങളുടെ ഒരു നിര അവിടെയുണ്ട്. ചിൽ ടൗണിൽ നിന്ന് സൗത്ത് സിറ്റിയിലേക്ക് യാത്ര ചെയ്യുന്ന സമയത്ത് അനവധി കാര്യങ്ങൾ സംസാരിക്കുന്ന കൂട്ടത്തിൽ എമിലി മാർക്കിനോട് സൗത്ത് സിറ്റി നടക്കുന്ന ലേലത്തെക്കുറിച്ചും സൂചിപ്പിച്ചിരുന്നു. ന്യൂ സെലസ്റ്ററിലെ ആളുകൾക്ക് പോലും അറിയാവുന്നതാണ് സൗത്ത് സിറ്റിയിലെ ലേലം. എല്ലാ വർഷവും അവിടെ ലേലം നടക്കാറുണ്ട്. സാധനങ്ങൾ ലേലത്തിൽ പിടിക്കാനും സാധനങ്ങൾ ലേലത്തിലൂടെ വിൽക്കാനുമായി രാജ്യത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നും ആളുകൾ അവിടേക്ക് ഒഴുകിയെത്താറുണ്ട്. ആ കാര്യം യാത്രക്കിടയിൽ എമിലി പറഞ്ഞിരുന്നതാണ്. അവിടെ ആ ലേല ഹാളിന് മുന്നിലെത്തുമ്പോൾ മാർക്കിന് അത് ബോധ്യമായി. ശരിക്കും വിലപിടിപ്പുള്ള അനവധി വാഹനങ്ങളുടെ ഒരു നിര തന്നെ അവിടെ പാർക്കിങ്ങിന് വേണ്ടി കാണാനുണ്ട്. മാർക്കും എമിലിയും അവർക്ക് അലോട്ട് ചെയ്തിരിക്കുന്ന ബൂത്തിലോട്ട് ചെന്നു. ബൂത്തിലോട്ട് കിടക്കുന്നതിന് മുമ്പ് അവർക്ക് റിസപ്ഷനിൽ നിന്ന് ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട്. ഒരു വടിയിൽ പിടിപ്പിച്ചിരിക്കുന്ന ഒരു നമ്പറാണ്. അവര് ലേലം വിളിക്കുമ്പോൾ ആ നമ്പർ അവർ പൊക്കി കാണിക്കണം. സ്വാഭാവികമായിട്ടും ലേലം നടത്തുന്ന ആള് ആ നമ്പർ നോട്ട് ചെയ്തിട്ട് അവർ പറയുന്ന തുക രേഖപ്പെടുത്തും. ലേലത്തിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും അതുപോലുള്ള നമ്പറുകൾ അലോട്ട് ചെയ്തിട്ടുണ്ട്. വളരെ വിശാലമായ ഒരു ഹാളിലാണ് ആ ലേലം നടക്കുന്നത്. അനവധി ടേബിളുകൾ അവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അവിടേക്ക് കടക്കുമ്പോൾ തന്നെ മാർക്കിന് ആ ലേലത്തിന്റെ ഒരു സ്വഭാവം ഏതാണ്ട് മനസ്സിലാവുന്നുണ്ട്. ശരിക്കും പോഷ് ശൈലിയിൽ ഫർണിഷ് ചെയ്തിരിക്കുന്ന ആ ഹാളിനകത്തുള്ള ഓരോ ടേബിളും അതിന്റെ ചുറ്റുമിരിക്കുന്ന ആളുകളുടെ വൈവിധ്യം കൊണ്ട് വല്ലാതെ സമ്പന്നമാണ്. ആ മേശയെ പ്രതിനിധീകരിക്കുന്ന ആളുകളുടെ ഒരു സ്വഭാവം വിളിച്ചു പറയുന്നുണ്ട്. പല ഫാമിലിയിൽ നിന്നുള്ള അനവധി പ്രമുഖർ അവിടെ ഉണ്ടെന്ന് അർത്ഥം. മാർക്കും എമിലിയും അവർക്ക് അലോട്ട് ചെയ്ത ടേബിളിലെത്തി. അവിടെ ഇരിക്കുമ്പോൾ മാർക്ക് എമിലിയോട് പറഞ്ഞു, മിസ് ബ്ലാക്ക്, ഞാൻ 1 കൊല്ലം കൊണ്ട് ഉറപ്പായിട്ടും ജിയാങ്ങിനെ തോൽപ്പിക്കും. ചിൽ ടൗണിൽ നിന്ന് സൗത്ത് സിറ്റിയിലേക്കുള്ള ആ 6 മണിക്കൂർ യാത്രക്കിടയിൽ മാർക്ക് ഏതാണ്ട് തീരുമാനിച്ചുറപ്പിച്ചതും ആ കാര്യമാണ്. അവനെ തല്ലിയ ജിയാങ് ബ്ലാക്കിനെ തോൽപ്പിക്കണമെങ്കിൽ അവൻ ജിയാങ് ബ്ലാക്കിനേക്കാൾ ശക്തനാകണം. ജിയാങ് ബ്ലാക്കിനെ തോൽപ്പിക്കാൻ തനിക്ക് കഴിഞ്ഞാൽ ന്യൂ സെലസ്റ്ററിൽ തനിക്കൊരു ചാൻസ് ഉണ്ട്. ആ ഒരു ബോധ്യം മാർക്കിനുണ്ട്. അതുകൊണ്ടാണ് മാർക്ക് ആ കാര്യം വീണ്ടും എമിലിയോട് പറഞ്ഞത്. അത് കേട്ടതും എമിലി മാർക്കിൻ്റെ അടുത്തേക്ക് ചേർന്ന് നിന്നിട്ട് മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, അതിനെക്കുറിച്ചൊന്നും കൂടുതൽ ആലോചിച്ച് ടെൻഷൻ അടിക്കണ്ട. 1 കൊല്ലം കൊണ്ട് മാർക്കിനെ അത്ര വളരാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് ഒളിച്ചോടാം. അങ്ങനെ പറഞ്ഞിട്ട് അവളൊന്ന് ചിരിച്ചു. ശരിക്കും കൊച്ചു പെൺകുട്ടികൾ പൊട്ടിച്ചിരിക്കും പോലെ എമിലി ചിരിക്കുന്ന കണ്ടപ്പോൾ മാർക്കിന് വല്ലാത്തൊരു അതിശയം. അവൾ പറഞ്ഞ വാചകത്തിന്റെ അർത്ഥത്തെക്കുറിച്ച് ആലോചിച്ച് പെട്ടെന്ന് അവളൊന്ന് ചമ്മി. അവൾ ഒരിക്കലും മനസ്സിൽ കരുതിയിരുന്ന വാചകമല്ല
മാർക്കിനോട് അവൾ അപ്പോൾ പറഞ്ഞത്. മാർക്കിനൊപ്പം ഒളിച്ചോടാൻ വരെ എമിലി തയ്യാറാണെന്ന് അവൾ അറിയാതെ പറഞ്ഞു പോവുകയാണ്. 1 വർഷം കഴിഞ്ഞ് ഒരു രക്ഷയുമില്ലെങ്കിൽ ഒളിച്ചോടാമെന്ന് എമിലി പറഞ്ഞപ്പോൾ മാർക്കും അറിയാതെ ചിരിച്ചു പോവുകയാണ്. മാർക്ക് ചിരിച്ചുകൊണ്ട് എമിലിയോട് പറഞ്ഞു, മിസ് ബ്ലാക്ക്, അതെന്തായാലും വേണ്ട. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളുടെ ബ്ലാക്ക് കുടുംബത്തിൽ ഞാൻ വന്ന് എമിലിയെ ചോദിക്കും. നിങ്ങളുടെ കുടുംബം എന്നെ 2 കൈ നീട്ടി സ്വീകരിക്കുന്ന ശൈലിയിൽ ഞാൻ വളരും. അതെൻ്റെ വാക്കാണ്. അങ്ങനെ മാർക്ക് പറയുമ്പോൾ മാർക്കിനൊരു കോൺഫിഡൻസ് എമിലി കാണുന്നുണ്ട്. പക്ഷേ എമിലിക്ക് വേറെയും ഒരുപാട് കാര്യങ്ങൾ അറിയാം. ബ്ലാക്ക് കുടുംബത്തിലെ ഓരോ ആളുടെ ശക്തിയെക്കുറിച്ചും എമിലിക്ക് നല്ല ധാരണയുണ്ട്. മാർക്ക് എവിടെയാണ് നിൽക്കുന്നതെന്നും എമിലിക്ക് അറിയാം. അവിടെ നിന്ന് ഒരുപാട് ദൂരെയാണ് ന്യൂസ് ടെറസിലെ ഓരോ ചെറുപ്പക്കാരും. ആ യാഥാർത്ഥ്യം അറിയാവുന്ന എമിലി മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, തൽക്കാലം അതൊക്കെ വിടും, നമുക്ക് ലേലത്തിൽ ശ്രദ്ധിക്കാം. അങ്ങനെ എമിലി പറയുമ്പോഴേക്കും ആ സ്റ്റേജിലേക്ക് സംഘാടകർ എത്തിക്കഴിഞ്ഞു. വളരെ ഭംഗിയായി ഓർഗനൈസ് ചെയ്തിരിക്കുന്ന ആ ലേലം അതിവേഗം ആരംഭിച്ചു. ഒരുപാട് വിലപിടിപ്പുള്ള സാധനങ്ങൾ ലേലത്തിൽ അന്ന് അവതരിപ്പിക്കപ്പെട്ടു. വിലപിടിപ്പുള്ള ചിത്രങ്ങൾ, വിലപിടിപ്പുള്ള പുരാവസ്തുക്കൾ, അങ്ങനെ പലതും ലേലത്തിന് വന്നപ്പോൾ ആ ലേലത്തിൽ പങ്കെടുക്കുന്ന ആളുകൾ മത്സരിച്ച് ലേലം വിളിക്കുന്നുണ്ട്. അതിലൊന്നും തന്നെ മാർക്കിന് പ്രത്യേകിച്ച് ഒരു താല്പര്യം തോന്നിയില്ല. മാർക്കും എമിലിയും ലേലം വിളി അങ്ങനെ ആസ്വദിച്ചിരിക്കുമ്പോൾ ഒരു രത്നം പതിച്ച വള ലേലത്തിനെത്തി. ആ വളയുടെ ബേസിക് വില $10,000, ഏകദേശം 8 ലക്ഷം രൂപ എന്ന് പറയാം. രത്നം പതിപ്പിച്ച ആ വളയ്ക്ക് അതിനേക്കാൾ മൂല്യമുണ്ടെന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ ആ വള ലേലത്തിന് വെച്ച ആ നിമിഷം മുതൽ ആളുകൾ അത് വാങ്ങാൻ വേണ്ടി വില കൂട്ടി പറഞ്ഞു തുടങ്ങി. $10,000 പെട്ടെന്നാണ് 20,000, 30,000, 50,000 ഒക്കെ ആയത്. $50,000 എന്ന് പറയുമ്പോൾ ഏകദേശം 40 ലക്ഷം രൂപയാണ്. അത്രയും രൂപയ്ക്ക് ആ വളയും രത്നവും ഇല്ല എന്ന് ആളുകൾക്ക് തോന്നിയ ആ നിമിഷത്തിൽ മാർക്ക് അവന്റെ കയ്യിലെ ആ നമ്പർ ഉയർത്തി. 8ാമത്തെ കൗണ്ടറിലാണ് അവരിയ്ക്കുന്നു. മാർക്ക് ഉറക്കെ പറഞ്ഞു, $60,000. 50,000-ൽ നിന്ന് ഒറ്റയടിക്ക് $10,000 കൂട്ടി മാർക്ക് പറഞ്ഞപ്പോൾ എമിലിക്കും ഒരു അതിശയം. എമിലി അത്ഭുതത്തോടെ മാർക്കിനോട് ചോദിച്ചു, മാർക്ക്, എന്തുപറ്റി? മിസ് ബ്ലാക്ക്, ഞാൻ മിസ് ബ്ലാക്കിന് ഒന്നും നൽകിയിട്ടില്ലല്ലോ. മിസ് ബ്ലാക്കിന് വേണ്ടി ഞാനിത് വാങ്ങുന്നത്. അങ്ങനെ എമിലിയോട് മാർക്ക് പറഞ്ഞപ്പോൾ എമിലിയുടെ മുഖത്തും ഒരു കൗതുകം, ശരിക്കും ഒരു തിളക്കം അവളുടെ കണ്ണുകൾക്കുണ്ടായി. പക്ഷെ അവരെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് മറ്റൊരാൾ കൂടി പെട്ടെന്ന് ലേലത്തിൽ അങ്ങ് പങ്കുചേരുകയാണ്. അയാൾ ഒറ്റയടിക്ക് ആ സാധനത്തിന്റെ വില $75,000 ആക്കി. മാർക്ക് 80 ആക്കിയപ്പോൾ അയാൾ 1 ലക്ഷം ആക്കി. $10,000 തുടങ്ങിയ ആ ലേലം ഇപ്പൊ ഇതാ $1 ലക്ഷം എത്തിയിരിക്കുകയാണ്. മാർക്ക് തനിക്കെതിരെ ലേലത്തിൽ പങ്കെടുക്കുന്ന ആ കൗണ്ടറിലിരിക്കുന്ന ചെറുപ്പക്കാരനെ ഒന്ന് നോക്കി. ഒരു സുന്ദരനാണ് അവിടെ ഇരിക്കുന്നത്. അയാളുടെ അടുത്ത് അല്പം പ്രായമുള്ള ഒരാളുമുണ്ട്. ആ പ്രായമുള്ള ആള് ആ ചെറുപ്പക്കാരനെ ലേലം വിളി കൗതുകപൂർവ്വം കണ്ടുകൊണ്ടിരിക്കുകയാണ്. $1 ലക്ഷം ആ ചെറുപ്പക്കാരൻ വിളിച്ചപ്പോൾ മാർക്ക് കൂട്ടി വിളിക്കാൻ ഒന്ന് മടിച്ചു നിൽക്കുകയാണ്. സ്റ്റേജിൽ നിന്ന് അനൗൺസ് ചെയ്ത പെൺകുട്ടി ഉറക്കെ പറഞ്ഞു, ഇപ്പോ ഈ ഡയമണ്ട് വളയുടെ ലേലം ഉറപ്പിക്കാൻ പോവുകയാണ്. $1 ലക്ഷം ഒരു തരം. അങ്ങനെ അവർ പറഞ്ഞതും പെട്ടെന്ന് ഒരു സ്ത്രീയുടെ ശബ്ദം ഉറക്കെ കേട്ടു. $1.5 ലക്ഷം. ഒറ്റയടിക്ക് $50,000 കൂട്ടി വിളിച്ച ആ ശബ്ദത്തിന്റെ ഉടമ ആരെന്നറിയാൻ പലരും തിരിഞ്ഞു നോക്കുമ്പോൾ തൊട്ടടുത്തിരിക്കുന്ന മാർക്കും അമ്പരപ്പോട് എമിലിയെ നോക്കിയാണ്. എമിലിയാണ് ഉറക്കെ വിളിച്ചത്, ഹേയ് മിസ് ബ്ലാക്ക്, എന്താ ഇങ്ങനെ കൂടി വിളിക്കുന്നത്? മാർക്ക് ഒരു കാര്യം ഇഷ്ടപ്പെട്ടല്ലേ, അത് ഇനി വാങ്ങിച്ചിട്ട കാര്യമുണ്ട്. അങ്ങനെ എമിലി പറഞ്ഞപ്പോൾ ശരിക്കും ഒരു അമ്പരപ്പ് ആ 2ാം നമ്പർ കൗണ്ടറിലെ ആ ചെറുപ്പക്കാരനുണ്ട്. അതിലേറെ അമ്പരപ്പ് അവന്റെ കൂടെ ഇരിക്കുന്ന ആ പ്രായമുള്ള ആൾക്കുമുണ്ട്. പ്രായമുള്ള ആളെന്ന് പറയുമ്പോൾ അധികം പ്രായമൊന്നുമില്ല, ഒരു ഏകദേശം ഒരു 50 വയസ്സ് പ്രായം. മറ്റേ പയ്യൻസിന് ഒരു 25 വയസ്സാണ് പ്രായം. ആ 50 വയസ്സുകാരൻ ലേശം ദേഷ്യത്തോടെ കൗണ്ടർ 8 ഒന്ന് തിരിഞ്ഞു നോക്കുകയാണ്. ആ നിമിഷത്തിൽ ആ ചെറുപ്പക്കാരൻ അവന്റെ നമ്പർ ഒന്ന് ഉയർത്തി. 2ാം നമ്പർ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, $2 ലക്ഷം. ഉടൻ തന്നെ മറുഭാഗത്ത് നിന്ന് മറുപടി ഉണ്ടാവുകയാണ്, $3 ലക്ഷം. എമിലി $1 ലക്ഷം വെച്ചാ കൂട്ടുന്നത്. ആ ചെറുപ്പക്കാരന് ശരിക്കും ദേഷ്യം വന്നു എന്ന് തന്നെ പറയാം. അയാൾ ഉറക്കെ പറഞ്ഞു, $5 ലക്ഷം. മറുഭാഗത്ത് നിന്ന് എമിലിയുടെ മറുപടി, $10 ലക്ഷം. $10,000 തുടങ്ങിയ ആ ലേലം ഇതാ $10 ലക്ഷം എത്തിയിരിക്കുകയാണ്. ശരിക്കും ആ സദസ്സ് ഏതാണ്ട് സൂചി വീണാൽ കേൾക്കാവുന്ന നിശബ്ദതയിലായിരിക്കുകയാണ്. അവിടെയുള്ള ആരും സ്വപ്നത്തിൽ പോലും കരുതിയിട്ടില്ല
$1 മില്യൺ ആ വസ്തുവിന്റെ ലേലം എത്തുന്നു. സ്റ്റേജിൽ നിൽക്കുന്ന സംഘാടകരും വല്ലാത്ത ത്രില്ലിലാണ്. ആ സാധനം വിൽക്കാൻ കൊണ്ടുവന്ന ആള് അതിലേറെ ത്രില്ലിലാണ്. ആ ചെറുപ്പക്കാരൻ വീണ്ടും തന്റെ നമ്പർ ഉയർത്താൻ പോയതും അടുത്തിരുന്ന പ്രായമുള്ള ആള് ചെറുപ്പക്കാരനെ ഒന്ന് തൊട്ടു. അവർ തമ്മിൽ കണ്ണുകൊണ്ടെന്തോ സംസാരിച്ചു തോന്നുന്നു. ആ ചെറുപ്പക്കാരൻ പിന്നെ ഒന്നും മിണ്ടിയില്ല. സ്വാഭാവികമായിട്ടും ആ ലേലം കൗണ്ടർ 8 അനുകൂലമാവുകയാണ്. $1 മില്യൺ കയ്യിലിടാൻ കഴിയുന്ന വള ശൈലിയിലുള്ള ഒരു ആഭരണം മാർക്ക് ഇതാ വാങ്ങിച്ചിരിക്കുകയാണ്. ആ വളയ്ക്ക് ശേഷം വേറെ അനവധി ഉൽപ്പന്നങ്ങളാണ് ലേലത്തിനെത്തിയത്. മാർക്ക് കാത്തിരുന്ന ആ ഉൽപ്പന്നം മാത്രം വരുന്നില്ല. ഔഷധ മൂല്യമുള്ള ഏതെങ്കിലും ചെടികൾ അവിടെ ലേലത്തിന് വരുമെന്നാണ് മാർക്ക് അവിടെ എത്തുന്നവരെ ധരിച്ചിരുന്നത്. അത് മാത്രമില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ഐറ്റം ലേലത്തിനെത്തി. ഒരു തടി കൊണ്ട് ഉണ്ടാക്കപ്പെട്ട ഒരു കൂട്ടിനകത്താണ് ആ സാധനം സ്റ്റേജിലേക്ക് കൊണ്ടുവന്നത്. ഇത് നിങ്ങൾ ഏവരെയും കാത്തിരിക്കുന്ന നോട്ട് വീഡാണ്. ശരിക്കും ഒരു ചങ്ങല പോലുള്ള ഒരു വേരാണ് ഈ നോട്ട് വീഡ് എന്ന് പറയുന്നത്. അതാണ് അവിടെ ലേലത്തിനെത്തിയിരിക്കുന്നത്. ആ സാധനത്തിന്റെ പ്രത്യേകത അവതാരക വളരെ വ്യക്തമായിട്ട് തന്നെ ആളുകളോട് പറഞ്ഞു. 100-ലേറെ വർഷം പ്രായമുണ്ട് ആ വേരിന്. ആ വേര് ഉപയോഗിച്ച് മരുന്നുണ്ടാക്കാൻ അറിയാമെങ്കിൽ ഒരുപാട് അസുഖങ്ങൾ ഭേദപ്പെടുത്തുവാൻ ആ വേരിന് ശേഷിയുണ്ട്. മാർഷൽ ആർട്സ് പ്രാക്ടീസ് ചെയ്യുന്നവർക്കും അവരുടെ ശരീരത്തിന് കപ്പാസിറ്റി കൂട്ടാൻ, സ്ട്രെങ്ത് കൂട്ടാൻ ആ നോട്ട് വീഡ് ഉപയോഗപ്പെടുമെന്നും അവതാരക പറഞ്ഞതോടുകൂടി ലേലം അങ്ങ് കൊഴുത്തു. ശരിക്കും ആ നോട്ട് വീഡിന്റെ വില $50,000 തുടങ്ങുന്നത്. 100 വർഷത്തിലേറെ ആയുസ്സുള്ള ചെടികൾ സാധാരണഗതിയിൽ അപൂർവമായിട്ടേ കിട്ടത്തുള്ളൂ. അത്തരത്തിലുള്ള ചെടികളുടെ ഔഷധ മൂല്യം വളരെ കൂടുതലായിരിക്കും. ആ ധാരണ ആ ലേലത്തിൽ പങ്കെടുക്കുന്ന മിക്ക ആളുകൾക്കും ഉള്ളതുകൊണ്ട് സകല ആളുകളും ആ ലേലത്തിൽ അങ്ങ് സജീവമായി പങ്കെടുക്കുകയാണ്. പതുക്കെ പതുക്കെ ലേലത്തിലെ വില ഉയർന്നു തുടങ്ങി. സ്വാഭാവികമായിട്ടും ആ വസ്തുവിന് വേണ്ടി മാത്രം വന്ന മാർക്കും ലേലത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. ആ നോട്ട് വീഡിന്റെ വില $1 മില്യൺ എത്തിയപ്പോൾ മാർക്ക് പതുക്കെ വില കൂട്ടി. 1.2 മില്യൺ. മാർക്ക് അതുവരെ നിശബ്ദനായിരുന്നിട്ട് പെട്ടെന്ന് ആ ലേലത്തിൽ പങ്കെടുക്കാൻ തുടങ്ങിയതും ആ ലേലത്തിൽ അതുവരെ ലീഡ് ചെയ്തിരുന്ന 2ാം നമ്പറിലെ ആ ചെറുപ്പക്കാരൻ ഒറ്റയടിക്ക് 1.5 ആക്കി. $1.5 മില്യൺ വില കേട്ടതും മാർക്ക് അത് $2 മില്യൺ ആക്കി. പെട്ടെന്ന് ആ ലേലത്തിൽ അവര് രണ്ടുപേരും മാത്രമായി മാറുകയാണ്. $2 മില്യൺ പെട്ടെന്ന് 3 ആയി, 4 ആയി, 5 ആയി, $10 മില്യൺ ആയി. $10 മില്യൺ എന്ന് പറയുമ്പോൾ ഒരു ഹ്യൂജ് എമൗണ്ട് ആണ്. മാർക്ക് ആ ചിൽറ്റോൺ ബാങ്കിൽ നിന്ന് $200 മില്യൺ വായ്പ എടുത്തിരിക്കുന്നത് അവന്റെ ആ മരുന്ന് വ്യവസായം ബിൽഡ് ചെയ്യാൻ വേണ്ടിയാണ്. അതിൽ നിന്നാണ് അവൻ ആ നോട്ട് വീഡിന് വേണ്ടി പണം മുടക്കേണ്ടത്. അതുകൊണ്ട് തന്നെ മാർക്കിന് $10 മില്യൺ മുകളിലേക്ക് പണം മുടക്കാൻ ഒരു മടിയുണ്ട്. അവൻ അവന്റെ അച്ഛൻ നൽകിയിരിക്കുന്ന ആ ലൈബ്രറിയിലൂടെ കടന്നുപോയപ്പോ നോട്ട് വീഡും അവന് മാക്സ് കുടുംബക്കാർ കൊടുത്ത ആ ജിൻസിങ്ങും അതുപോലെ വെസ്ലി കൊടുത്ത ജിൻസിങ്ങും ഉപയോഗപ്പെടുത്തിയാൽ ചില സാധനങ്ങൾ ഉണ്ടാക്കാൻ പറ്റുമെന്ന് അറിയാം. സ്പിരിച്വൽ എനർജി ഗ്യാതറിംഗ് പിൽസ് ഉണ്ടാക്കാനുള്ള ഒരു ടെക്നിക് മാർക്ക് കണ്ടുപിടിച്ച് വെച്ചിരിക്കുകയാണ്. അന്തരീക്ഷത്തിലെ സ്പിരിച്വൽ എനർജി വലിച്ചെടുക്കാൻ ശരീരത്തിന്റെ കപ്പാസിറ്റി ഉയർത്താൻ കഴിയുന്ന ആ പിൽസ് ഉണ്ടാക്കാനുള്ള കപ്പാസിറ്റി അത് അപൂർവം ആളുകൾക്കേ ഉള്ളൂ. മാർക്കിന്റെ പിതാവ് മാർക്കിന് ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്ന ആ കപ്പാസിറ്റി ഉപയോഗിച്ചാണ് മാർക്ക് ആ പിൽസ് ഉണ്ടാക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ മാർക്കിന് നോട്ട് വീഡ് കിട്ടിയേ പറ്റൂ എന്നുള്ളത് മാർക്കിന് അറിയാം. പക്ഷെ $10 മില്യൺ അപ്പുറത്തേക്ക് അതിന് എങ്ങനെ പണം മുടക്കും? അതിനെക്കുറിച്ച് മാർക്ക് ആലോചിക്കുമ്പോൾ 2ാം നമ്പറുകാരൻ അതിന്റെ വില ഒറ്റയടിക്ക് $15 മില്യൺ ആക്കി. $15 മില്യൺ കേട്ടതും മാർക്ക് നിശബ്ദനായി. അത് കണ്ടതും എമിലി ഒറ്റയടിക്ക് ആ വിലയും കൂട്ടി. $20 മില്യൺ. വീണ്ടും എമിലി കളി ഏറ്റെടുത്തോടുകൂടി 2ാം നമ്പറുകാരന്റെ ദേഷ്യം വർദ്ധിക്കുകയാണ്. 2ാം നമ്പറുകാരന്റെ കൂടെയുള്ള ആ 50 വയസ്സോളം പ്രായമുള്ള ആ മനുഷ്യൻ 8ാം നമ്പർ കൗണ്ടറിനടുത്തേക്ക് നടന്നു വന്ന് അവരോട് പറഞ്ഞു, നോക്ക്, നിങ്ങൾ മത്സരിക്കുന്നത് ലിയോ കുടുംബത്തോടാണ്. ലിയോ കുടുംബത്തോട് സൗത്ത് സിറ്റിയിൽ ആരും മത്സരിക്കാറില്ല. അത് കേട്ടതും എമിലി ചിരിച്ചുകൊണ്ട് അയാളോട് പറഞ്ഞു, നിങ്ങളുടെ ലിയോ കുടുംബം മത്സരിക്കുന്നു ഇല്ലയോ എന്നുള്ളതല്ല ഞങ്ങളുടെ വിഷയം. ഞങ്ങൾക്ക് ആ നോട്ട് വീഡ് വേണം, അതുകൊണ്ട് ഞങ്ങളത് വാങ്ങിക്കും. എമിലി അങ്ങനെ പറഞ്ഞപ്പോ ആ പ്രായമുള്ള മനുഷ്യൻ തിരിഞ്ഞ് 2ാം നമ്പറിലെ ആ കൗണ്ടറിലേക്ക് ഒന്ന് നോക്കി. ആ 2ാം നമ്പറുകാരൻ ഉടൻ തന്നെ വില കൂട്ടി. 25 മില്യൺ. അതേ നിമിഷം തന്നെ എമിലിയുടെ മറുപടി വന്നു, $30 മില്യൺ. 35. ആ ചെറുപ്പക്കാരൻ അങ്ങനെ പറഞ്ഞതും എമിലി ഒറ്റയടിക്ക് അതിന്റെ വില $50 മില്യൺ ആക്കി. ശരിക്കും ഒരു ഹ്യൂജ് എമൗണ്ട് ആണ് എമിലി ആ നോട്ട് വീഡിന് വേണ്ടി വിളിച്ചിരിക്കുന്നത്. $50 മില്യൺ കേട്ടതും ലിയോ കുടുംബത്തിലെ ആ ചെറുപ്പക്കാരനും ആ പ്രായമുള്ള മനുഷ്യനും ഒന്ന് മുഖത്തോട് മുഖം നോക്കി.
രണ്ടാം നമ്പർ കൗണ്ടറിൽ നിന്ന് മറുപടി വരാതായതും സ്റ്റേജിലുള്ള അവതാരക ഉറക്കെ വിളിച്ചൂതിക്കുകയാണ്. 8ാം നമ്പർ കൗണ്ടർ $50 മില്യൺ വിളിച്ചിരിക്കുകയാണ്. ആരെങ്കിലും കൂടി വിളിക്കുന്നുണ്ടോ? അങ്ങനെ ആ ചോദ്യം അവതാരക ചോദിച്ചപ്പോൾ സകലരുടെയും നോട്ടം 2ാം നമ്പർ കൗണ്ടറിലേക്കാണ്. സൗത്ത് സിറ്റിയിലെ ഒരുപാട് ആളുകൾക്ക് അറിയാവുന്ന ആളുകളാണ് ആ 2ാം നമ്പർ കൗണ്ടറിൽ ഇരിക്കുന്നത്. പലരും അമ്പരപ്പോടെ 2ാം നമ്പർ കൗണ്ടറിലേക്ക് നോക്കിയിട്ട് 8ാം നമ്പർ കൗണ്ടറിലേക്ക് മാറി മാറി നോക്കുകയാണ്. 8ാം നമ്പറിന്റെ അടുത്ത് 9ഉം 10ഉം 7ഉം ഒക്കെ ഉണ്ട്. അവരിൽ ചിലർ എണീറ്റ് 8ാം നമ്പറിന്റെ അടുത്തേക്ക് വന്നു. അവർ മാർക്കിനോടായി പറഞ്ഞു, ഏയ്, നിങ്ങൾ ഈ കാണിക്കുന്നത് അബദ്ധമാണ്. അത് ലിയോ കുടുംബമാണ്. നിങ്ങൾ ഈ $50 മില്യൺ മുടക്കി ഇത് വാങ്ങിച്ചാലും നിങ്ങൾക്കിത് കൊണ്ടുപോകാൻ പറ്റില്ല. മാർക്കിനടുത്തേക്ക് വന്ന 7ാം നമ്പറുകാരനും 9ാം നമ്പറുകാരനും 10ാം നമ്പറുകാരനും ആ കാര്യമാണ് 8ാം നമ്പറിലെ മാർക്കിനോട് പറയുന്നത്. അത് കേട്ടപ്പോൾ മാർക്ക് ഒന്ന് ചിരിച്ചുകൊണ്ട് മാർക്ക് അവരോട് പറഞ്ഞു, ഇത് വാങ്ങാൻ അറിയാമെങ്കിൽ കൊണ്ടുപോകാനും ഞങ്ങൾക്ക് അറിയാം. അങ്ങനെ മാർക്ക് തീർത്തു പറയുമ്പോൾ 2ാം നമ്പറിലുണ്ടായിരുന്ന ആ ചെറുപ്പക്കാരനും ആ പ്രായമുള്ള മനുഷ്യനും ആ ഹാളിൽ നിന്ന് പുറത്തേക്ക് നടക്കുകയാണ്. പുറത്തേക്ക് നടക്കുന്ന അവരുടെ കണ്ണുകൾ മാർക്കുമായിട്ട് ഒന്നിടഞ്ഞു. അവർ പുറത്തേക്ക് പോകുമ്പോൾ ഇരുഭാഗത്തുമുള്ള ആളുകൾ പെട്ടെന്ന് എണീറ്റ് വഴിമാറി കൊടുക്കുകയാണ്. ശരിക്കും അവരോട് ഒരു ബഹുമാനം ആ ഹാളിൽ എല്ലാവരും കാണിക്കുന്നുണ്ട്. ആ ചെറുപ്പക്കാരനും അയാൾക്കൊപ്പമുള്ള പ്രായമുള്ള ആളും ഹാളിൽ നിന്ന് പുറത്തു പോയി കഴിഞ്ഞപ്പോൾ എണീറ്റ പലരും മാർക്കിനടുത്തേക്ക് നടന്നു വന്നു. അവർ വീണ്ടും മാർക്കിനെ ഉപദേശിക്കുകയാണ്, ഏയ്, നിങ്ങൾ കാണിച്ചത് അബദ്ധമാണ്. അവരെ പിണക്കാൻ പാടില്ലായിരുന്നു. ഇനി നിങ്ങൾക്ക് എന്ത് സംഭവിക്കുമെന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു. ശരിക്കും ഒരു ഭീഷണി ആ ആളുകളുടെയൊക്കെ ശബ്ദത്തിലുണ്ട്. അല്ലെങ്കിൽ അവർ ഭയന്നിട്ട് ആ ഭയം മാർക്കുമായി പങ്കുവയ്ക്കുന്നതാവാം. എന്തായാലും അതൊന്നും മൈൻഡ് ചെയ്യാതെ എമിലി മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, നമുക്ക് സ്റ്റേജിലേക്ക് ചെല്ലാം. അവർ വാങ്ങിച്ച ആ 2 സാധനങ്ങളും അവർക്ക് അവിടെ നിന്ന് വാങ്ങേണ്ടതുണ്ട്. അതുപോലെ പണവും ഹാൻഡ് ഓവർ ചെയ്യണം. സ്റ്റേജിലേക്ക് മാർക്കിനൊപ്പം എത്തിയ എമിലി മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ഒരു നിമിഷം, ഞാൻ ഇപ്പോൾ വരാം. അങ്ങനെ പറഞ്ഞിട്ട് എമിലി മാറി നിന്ന് ഫോണിൽ അവളുടെ അച്ഛൻ അലോഷ്യസിനെ വിളിച്ചു. അച്ഛാ, എനിക്കിപ്പോ $100 മില്യൺ വേണം. എമിലി, എന്തിനാ നിനക്ക് പണം? അച്ഛാ, എനിക്ക് ചില സാധനങ്ങൾ വാങ്ങാനാണ്. രണ്ടാമത് ഒരിക്കൽ കൂടി എന്തിനാണ് എന്ന ചോദ്യം അലോഷ്യസ് ചോദിക്കില്ല. ബ്ലാക്ക് കുടുംബത്തിലെ അനവധി കമ്പനികളുടെ സിഇഒയാണ് സാക്ഷാൽ എമിലി ബ്ലാക്ക്. എമിലി ബ്ലാക്ക് പണം വിനിയോഗിക്കുമ്പോൾ അതിന് അതിൻ്റെതായ ഒരു രീതി ഉണ്ടാവും, അതിനൊരു അർത്ഥം ഉണ്ടാവും. അക്കാര്യം അലോഷ്യസ് ബ്ലാക്കിന് അറിയാം. അലോഷ്യസ് അടുത്ത നിമിഷം തന്നെ പണം അവളുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. പണം ട്രാൻസ്ഫർ ചെയ്ത മെസ്സേജ് അവളുടെ മൊബൈൽ വന്നതും അവൾ നേരെ മാർക്കിനടുത്തെത്തി. മാർക്ക് ആ നോട്ട് വീട് വാങ്ങാനുള്ള പണം അവന്റെ അക്കൗണ്ടിൽ നിന്ന് കൊടുത്തു കഴിയുമ്പോൾ $200 മില്യൺ 150ആയി കുറയുമല്ലോ. ആ കാര്യത്തെക്കുറിച്ച് മാർക്ക് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എമിലി മാർക്കിന് അടുത്തെത്തുന്നത്. മാർക്കിനോടായി എമിലി പറഞ്ഞു, മാർക്ക്, ഇവിടെ നിൽക്കേ, ഞാൻ പണം അടച്ചിട്ട് വരാം. മിസ് ബ്ലാക്ക്, പണം ഞാൻ അടയ്ക്കാം. ഏയ് മാർക്ക്, അതൊന്നും വേണ്ട, പണം ഞാൻ അടയ്ക്കാം. അങ്ങനെ പറഞ്ഞിട്ട് എമിലി അതിവേഗം പണം ട്രാൻസ്ഫർ ചെയ്യാനുള്ള സംവിധാനങ്ങളൊക്കെ പൂർത്തീകരിച്ചു കഴിഞ്ഞതും ആ 2 സാധനങ്ങളും അവർക്ക് ഹാൻഡ് ഓവർ ചെയ്ത് കിട്ടി. ആ 2 സാധനങ്ങളും കയ്യിൽ ഏറ്റുവാങ്ങിയ എമിലി 2ഉം മാർക്കിന്റെ കയ്യിലേക്ക് കൊടുത്തു. ഒന്നിൽ ശരിക്കും അപൂർവമായ ആ ഔഷധ സസ്യത്തിന്റെ വേരുകളാ ഉള്ളത്. മറ്റതിൽ ഒരു വളയാണ്. ആ വളയിലേക്ക് വളരെ കൗതുകപൂർവ്വം നോക്കുന്ന എമിലി മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, എനിക്ക് താ സമ്മാനം. അത് കേട്ടതും മാർക്ക് എമിലിയോട് പറഞ്ഞു, മിസ് ബ്ലാക്ക്, ഈ സമ്മാനം ഇന്ന് ഞാൻ തരത്തില്ല. ഞാനേ 2 ദിവസം കഴിഞ്ഞ് ഈ സമ്മാനം തരാം. എനിക്ക് ഇതില് ചില കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. ശരിക്കും ആ വള മാർക്ക് വാങ്ങിക്കുന്നത് ഒരു പ്രത്യേക ഉദ്ദേശത്തിലാണ്. മാർക്ക് അവന്റെ അച്ഛൻ നൽകിയ ആ ലൈബ്രറിയിലൂടെ ഒന്ന് കടന്നുപോയപ്പോൾ അതിനകത്ത് നിന്ന് അവനൊരു കാര്യം പഠിച്ചിട്ടുണ്ട്. ഒരു രക്ഷ ഉണ്ടാക്കുന്ന വിധമാണ് അവൻ പഠിച്ചത്. ആ മാർഗം ഉപയോഗിച്ച് അവനൊരു രക്ഷ ഉണ്ടാക്കിയാൽ ആ രക്ഷ ധരിക്കുന്ന ആൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ആ നിമിഷം മാർക്ക് അറിയും. അങ്ങനെ ഒരു ടെക്നോളജിയാണ് മാർക്ക് അവന്റെ അച്ഛന്റെ ലൈബ്രറിയിൽ നിന്ന് പഠിച്ചെടുത്തത്. എമിലിയെ പോലുള്ള ഒരാൾ സാധാരണഗതിയിലുള്ള ഒരു രക്ഷ ധരിക്കാനുള്ള സാധ്യതയില്ല. അതുകൊണ്ടാണ് വിലപിടിപ്പുള്ള ഒരു വള എമിലിക്ക് വേണ്ടി മാർക്ക് വാങ്ങാൻ തീരുമാനിച്ചത്. ആ വളയിലാണ് അവന് ചില കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്. ആ ഡീറ്റെയിൽസ് ഒന്നും എമിലിയോട് മാർക്ക് പറഞ്ഞില്ലെന്ന് മാത്രം. മാർക്കും എമിലിയും ശരിക്കും സന്തോഷത്തോടു കൂടിയാണ് ലേല സ്ഥലത്ത് നിന്ന് സൗത്ത് സിറ്റിയിലെ ടൗണിലേക്ക് തിരിച്ചത്. അവിടെയാണ് എമിലി മുറി ബുക്ക് ചെയ്തിരിക്കുന്നത്. എമിലിയും ബ്ലാക്കും പല കാര്യങ്ങളും പറഞ്ഞ് ചിരിച്ചുകൊണ്ട് സൗത്ത് സിറ്റി ടൗണിലേക്ക് അങ്ങനെ നീങ്ങുകയാണ്. പെട്ടെന്നാണ് അവരുടെ കാറിനെ ബ്ലോക്ക് ചെയ്തുകൊണ്ട് ഒരു കാറ് സ്റ്റോപ്പ് ചെയ്തത്. അവരെ ഒരു കാറ് ഓവർടേക്ക് ചെയ്ത് സ്റ്റോപ്പ് ചെയ്യായിരുന്നു. ആ കാറ് സ്റ്റോപ്പ് ചെയ്തിരിക്കുന്നതിന് തൊട്ട് മുന്നിലായി വേറെ ഒരു കാർ കൂടി സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. ശരിക്കും അവരെ തടഞ്ഞിരിക്കുന്നു എന്നർത്ഥം. അത് കണ്ടതും മാർക്ക് എമിലിയോട് പറഞ്ഞു, മിസ് ബ്ലാക്ക്, ഈ സ്നാക്സ് ഒക്കെ കഴിച്ച് ഇവിടെ തന്നെ ഇരിക്കണം, ഒരു കാരണവശാലും പുറത്തിറങ്ങരുത്. അങ്ങനെ പറഞ്ഞിട്ട് മാർക്ക് കാറിൽ നിന്ന് പുറത്തിറങ്ങി. മാർക്ക് പറഞ്ഞത് കേട്ടതും ചിരിച്ചുകൊണ്ട്
എമിലി ആ സ്നാക്സ് ബോക്സ് പൊട്ടിച്ച് അതിന്ന് സ്നാക്സ് എടുത്തു. മാർക്ക് നടന്ന് കാറിന്റെ മുന്നിലെത്തി. ഈ സമയം കൊണ്ട് മാർക്കിനെ തടഞ്ഞിരിക്കുന്ന കാറിൽ നിന്ന് അനവധി ആളുകൾ പുറത്ത് ഇറങ്ങി നിൽക്കുകയാണ്. അവരുടെ മുന്നിലായി ലേലത്തിൽ പങ്കെടുക്കുകയായിരുന്ന ആ ചെറുപ്പക്കാരനുമുണ്ട്, ആ പ്രായമുള്ള മനുഷ്യനുമുണ്ട്. ആ ചെറുപ്പക്കാരൻ ചിരിച്ചുകൊണ്ട് മാർക്കിനോട് പറഞ്ഞു, ഹലോ, ഈ സൗത്ത് സിറ്റിയിൽ ഒരു ലേലം നടക്കുമ്പോൾ ചെയ്യാൻ പാടുള്ളതും ചെയ്യാൻ പാടില്ലാത്തതുമായ ചില കാര്യങ്ങളുണ്ട്. നിങ്ങൾക്ക് ഇവിടുത്തെ ചിട്ടകൾ അറിയാത്തതുകൊണ്ട് അബദ്ധം പറ്റിയതാണെന്ന് എനിക്ക് മനസ്സിലായി. ഒരു കാര്യം ചെയ്യും, ആ നോട്ട് വീട് ഞങ്ങൾക്ക് ഹാൻഡ് ഓവർ ചെയ്യും. അതിനുശേഷം മുട്ടുകുത്തി എന്നോട് മാപ്പ് പറ. ഇത്രയും ചെയ്താൽ നിന്നെ ഉപദ്രവിക്കാതെ ഞാൻ ഒഴിവാക്കാം. അങ്ങനെ ആ ചെറുപ്പക്കാരൻ പറഞ്ഞതും മാർക്ക് അയാളോട് ചോദിച്ചു, ഏയ്, നിങ്ങൾക്ക് തലയ്ക്ക് നല്ല സുഖമില്ലേ? നിങ്ങൾ കണ്ടതല്ലേ ഞാൻ ലേലത്തിൽ ആ സാധനം വാങ്ങുന്നത്? പണം കൊടുത്ത് വാങ്ങിച്ച സാധനം ഞാൻ എന്തിനാ നിങ്ങൾക്ക് നൽകുന്നത്? നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതൽ പണം മുടക്കി അത് വാങ്ങാമായിരുന്നല്ലോ. മിസ്റ്റർ, ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഈ സൗത്ത് സിറ്റിയിൽ ഞാനൊരു കാര്യം ആഗ്രഹിച്ചാൽ അത് ഞാൻ നേടുക തന്നെ ചെയ്യും. നീ ഞാൻ പറഞ്ഞ കാര്യം ചെയ്തില്ലെങ്കിൽ നിന്റെ രണ്ട് കാലും ഞാൻ തല്ലി ഓടിക്കും. ഓ, അതൊക്കെ ബുദ്ധിമുട്ടാവും. മാർക്കിന്റെ മറുപടി പെട്ടെന്ന് വരുന്നത്. ഈ സമയത്ത് ചെറുപ്പക്കാരനൊപ്പമുള്ള ആ പ്രായമുള്ള മനുഷ്യൻ കൗതുകപൂർവ്വം മാർക്കിനെ തന്നെ നോക്കി നിൽക്കുകയാണ്. പെട്ടെന്ന് ആ ചെറുപ്പക്കാരന്റെ പുറകിലുള്ള രണ്ട് ബോഡി ഗാർഡുകൾ മുന്നോട്ട് വന്നു. അവരെ ഒന്ന് നോക്കിയിട്ട് ആ ചെറുപ്പക്കാരൻ മാർക്കിനോട് പറഞ്ഞു, നിനക്ക് ഞാൻ ആരെന്ന് മനസ്സിലാകാത്തതിന്റെ പ്രശ്നമാണ് ഉള്ളത്. ഞാൻ ലിയോ കുടുംബത്തിലെ ലിയോ ഷൈൻ. എന്നെ ഇവിടെ എല്ലാവരും അറിയും. ലിയോ ഷൈൻ ഒരു കാര്യം ആവശ്യപ്പെട്ടാൽ അത് ആരും നിരസിക്കാറില്ല. നിനക്ക് സൗത്ത് സിറ്റിയിലെ ലിയോ കുടുംബത്തെ കുറിച്ച് അറിയാമല്ലോ അല്ലേ? അങ്ങനെ ലിയോ ഷൈൻ ചോദിച്ചപ്പോ മാർക്ക് പറഞ്ഞു, ഇല്ല, ഞാൻ കേട്ടിട്ടില്ല. അവന്റെ കുടുംബ മഹിമയെക്കുറിച്ച് പറഞ്ഞ മാർക്കിനെ ഭയപ്പെടുത്താനുള്ള ലിയോ ഷൈന്റെ ആ ഉദ്യമം മാർക്കിന്റെ ആ ഒരു വാചകത്തിൽ പെട്ടെന്ന് ചീറ്റി പോവുകയാണ്. അവന്റെ കുടുംബത്തെക്കുറിച്ച് അറിയാവുന്ന ഒരാളോടല്ലേ അവന് ആ കുടുംബത്തെക്കുറിച്ച് പറയാൻ പറ്റൂ. ആ ചെറുപ്പക്കാരന്റെ അടുത്തേക്ക് അയാളുടെ പുറകിൽ നിന്ന് രണ്ട് ബോഡി ഗാർഡുകൾ നീങ്ങി നിന്നതും ആ ചെറുപ്പക്കാരൻ മാർക്കിനോട് പറഞ്ഞു, ലിയോ കുടുംബം ഈ സൗത്ത് സിറ്റിയിലെ എല്ലാവരും അറിയുന്ന കുടുംബമാണ്. ആ കുടുംബം ഒരു കാര്യം തീരുമാനിച്ചാൽ അതിനെ ആരും എതിർക്കാറില്ല. അത് കേട്ടതും മാർക്ക് അയാളോട് പറഞ്ഞു, നോക്ക്, നിങ്ങളുടെ ലിയോ കുടുംബം എന്താണെന്നൊന്നും എനിക്കറിയത്തില്ല. ഞാൻ ഒരു കാര്യം പറയാം, ഈ നോട്ട് വീട് ഞാൻ തരത്തില്ല. അങ്ങനെ പറഞ്ഞിട്ട് മാർക്ക് തിരിച്ചു നടക്കാൻ പോയതും ആ രണ്ട് ചെറുപ്പക്കാരും മാർക്കിനടുത്തേക്ക് ഓടി വന്നു. ശരിക്കും അവര് മാർക്കിന്റെ ഷോൾഡർ പിടിച്ച് നിർത്താൻ വേണ്ടിയാണ് ഓടി വന്നത്. അവർ ഓടി അടുത്ത് വന്നതും മാർക്ക് രണ്ട് കൈയും ഒന്ന് മുന്നോട്ട് പ്രസ് ചെയ്തു. ശരിക്കും ആ നിമിഷത്തിൽ ആ രണ്ട് കൈയും അവരുടെ വയറ്റിൽ പതിച്ചതും രണ്ടുപേരും ദൂരേക്ക് തെറിച്ചു. ആ ബോഡി ഗാർഡുകളെ മാർക്ക് ഇരു കൈ കൊണ്ട് ഇടിച്ചു തെറിപ്പിക്കുന്ന കണ്ടതും ഒരു കൗതുകം ഷൈന്റെ മുഖത്തുണ്ട്. ഷൈൻ വല്ലാത്തൊരു കൗതുകത്തോടെ മാർക്കിനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. ഓഹോ, നീ തലാനൊക്കെ അറിയാവുന്ന ആളാണല്ലേ, കൊള്ളാം, എനിക്കിഷ്ടമായി. അങ്ങനെ പറഞ്ഞിട്ട് ഷൈൻ അയാളുടെ കൂടെ നിൽക്കുന്ന ആ പ്രായമുള്ള ആളൊന്ന് നോക്കി. അയാൾ ഒന്ന് ചിരിച്ചു. അതിനുശേഷം ആ പ്രായമുള്ള ആള് മുന്നോട്ട് നടന്നു. ആ പ്രായമുള്ള ആള് മുന്നോട്ട് നടക്കുമ്പോൾ അയാളുടെ പുറത്തുനിന്ന് ഇന്റേണൽ എനർജി അഥവാ സ്പിരിച്വൽ എനർജി പുറത്തേക്ക് വന്നു തുടങ്ങിയാണ്. ആ സ്പിരിച്വൽ എനർജിയുടെ പ്രസൻസ് മാർക്കിനെ ഫീൽ ചെയ്യുന്നുണ്ട്. അയാൾ അടുത്തേക്ക് വരുന്തോറും മാർക്കിന് മുകളിൽ ശരിക്കൊരു പ്രഷർ അനുഭവപ്പെടുകയാണ്. തന്നെക്കാൾ ശക്തനായ ഒരു കക്ഷിയാണ് തൻ്റെ അടുത്തേക്ക് നടന്നു വരുന്നതെന്ന് അത് കണ്ടപ്പോൾ മാർക്കിന് ഏതാണ്ട് ബോധ്യമായി. മാർക്കിന്റെ മുന്നിലേക്ക് ആ മനുഷ്യൻ എത്തിയതും ആ മനുഷ്യൻ കൈ നിവർത്തി ഒറ്റ ഇടി. മാർക്കിന്റെ കൈ അയാളുടെ കൈക്ക് നേരെ കുതിക്കാനായിട്ട് പോയതും പെട്ടെന്ന് അവരുടെ ഇടയിലേക്ക് ഒരു കൈ കടന്നു വന്നു. ആ കൈ ആ പ്രായമുള്ള ആളുടെ കയ്യിലേക്ക് പിടിച്ചു. പെട്ടെന്ന് മിന്നൽ വേഗത്തിൽ ഒരു കൈ വന്ന് ആ പ്രായമുള്ള ആളുടെ കയ്യിൽ പിടിച്ചപ്പോൾ മാർക്ക് ഒന്ന് ഞെട്ടി. മാർക്ക് അമ്പരപ്പോടെ ആ പ്രായമുള്ള ആളുടെ കൈ പിടിച്ച ആളെ നോക്കിയപ്പോൾ അത് സാക്ഷാൽ ജിയാങ് ബ്ലാക്ക് ആണ്. ജിയാങ് ബ്ലാക്ക് മാർക്കിനോട് പറഞ്ഞു, ഏയ്, നീ കാറിലേക്ക് കയറ്, അല്ല ഞാൻ കൂടെ സഹായിക്കും, നോക്ക്, ഞാൻ പറഞ്ഞ പോലെ ചെയ്യും. അങ്ങനെ മാർക്കിനോട് ജിയാങ് പറഞ്ഞതും മാർക്ക് കാറിനകത്തേക്ക് കയറി. കാറിനകത്തേക്ക് മാർക്ക് കയറുമ്പോൾ മാർക്ക് കാണുന്നത് രസമുള്ളൊരു കാഴ്ചയാണ്. എമിലി ബ്ലാക്ക് ശരിക്കും സന്തോഷത്തോടെ സ്നാക്സും കഴിച്ചിരിക്കുകയാണ്. പുറത്ത് നടക്കുന്ന സംഭവങ്ങളിൽ അവൾക്ക് ഒരു ടെൻഷനും ഇല്ലെന്ന് അവളുടെ മുഖം വിളിച്ചു പറയുകയാണ്. കാറിനകത്തേക്ക് കയറിയ മാർക്കിനോടായി എമിലി പറഞ്ഞു, ഏയ് മാർക്ക്, ദാ ഇത് നല്ല സ്നാക്സ് ആണ്, ദാ. അങ്ങനെ പറഞ്ഞിട്ട് അവൾ സ്നാക്സ് മാർക്കിന്റെ കയ്യിലേക്ക് കൊടുത്തു. മാർക്ക് ആ സ്നാക്സ് വാങ്ങിക്കുമ്പോഴും മാർക്കിന്റെ കണ്ണുകൾ
ഇപ്പോ കാറിന് പുറത്താണ്. പെട്ടെന്ന് ഒരു അപരിചിതൻ അവിടേക്ക് കടന്നു വന്ന് കണ്ടപ്പോൾ ലിയോ ഷൈനും ഒന്ന് അമ്പരന്നു. അയാളുടെ കൂടെ വേറെയും കുറെ ആളുകളുണ്ട്. അവരൊക്കെ അമ്പരപ്പോടെ ആ ചെറുപ്പക്കാരനെ നോക്കുകയാണ്. തന്റെ കയ്യിൽ പിടിച്ചിരിക്കുന്ന ചെറുപ്പക്കാരനെ നോക്കിയിട്ട് ആ പ്രായമുള്ള മനുഷ്യൻ പറഞ്ഞു, ഏയ് ആരാ നീ? ആ ചോദ്യം അയാൾ ചോദിച്ചതും ജിയാങ് അയാളുടെ കൈ പിടിച്ചൊന്ന് തിരിച്ചു. ശരിക്കും ശക്തമായി ആ കൈ എങ്ങനെ തിരിയുമ്പോൾ അസാധ്യമായ വേദനയിൽ ആ പ്രായമുള്ള മനുഷ്യൻ അലറിക്കരയുന്നത് കാറിനകത്തിരിക്കുന്ന മാർക്കിന് പോലും കേൾക്കാം. അയാളുടെ കൈ ഒന്ന് തിരിച്ചിട്ട് ജിയാങ് മുട്ടുകാലുകൊണ്ട് ഒരൊറ്റ ഇടി. അടുത്ത നിമിഷത്തിൽ നമ്മൾ കാണുന്നത് ആ പ്രായമുള്ള മനുഷ്യൻ ലിയോ ഷൈൻ്റെ തലയ്ക്ക് മുകളിൽ കൂടി പൊങ്ങി ആ കാറിന്റെ മുകളിൽ വന്ന് വീഴുന്നതാണ്. ആ കാഴ്ച ലിയോ ഷൈനെ ശരിക്കും ഞെട്ടിച്ചു എന്ന് പറയാം. മറ്റാരെക്കാളും നന്നായി ലിയോയ്ക്ക് ആ കൂടെയുള്ള വ്യക്തിയുടെ ശക്തിയെക്കുറിച്ച് അറിയാം. അയാളെ ഇത്ര കൂളായി ഇടിച്ചു തെറിപ്പിച്ച ആളിന്റെ ശക്തി എന്തായിരിക്കുമെന്നതിനെ കുറിച്ച് ലിയോ ഷൈന് നല്ല ധാരണയാണ്. ലിയോ ഷൈൻ അമ്പരപ്പോടെ ആ അപരിചിതരോട് ചോദിച്ചു, സർ ക്ഷമിക്കണം, ഞാൻ അറിയാതെയാണ് അയാളുമായി ഉടക്കിയത്. ഏയ് എനിക്ക് അയാളുമായി ബന്ധമൊന്നുമില്ല. എൻ്റെ ബന്ധം ആ കാറിരിക്കുന്ന ലേഡിയോടാണ്. അത് മിസ് എമിലി ബ്ലാക്കാണ്. മിസ് എമിലി ബ്ലാക്കാണ് ആ വാഹനത്തിനകത്തിരിക്കുന്നത് കേട്ടതും ലിയോ ഷൈൻ നിന്ന നിൽപ്പിൽ താഴേക്ക് കുനിഞ്ഞു പോവുകയാണ്. അവൻ പോലും അറിയാതെ അവന്റെ കാലൊന്ന് വിറച്ചതും അവൻ മുട്ടിടിച്ച് താഴെ വീഴുകയായിരുന്നു. ബ്ലാക്ക് കുടുംബത്തിന്റെ എല്ലാമായ എമിലി ബ്ലാക്കിനെയാണ് അവനിതാ തടഞ്ഞു നിർത്തിയിരിക്കുന്നത്. അതിൻ്റെ ഫലം എന്താകുമെന്നതിനെ കുറിച്ച് ഷൈന് നല്ല ധാരണയാണ്. ഷൈൻ തല കുനിച്ചുകൊണ്ട് ജിയാങ്ങിനോട് പറഞ്ഞു, ക്ഷമിക്കണം, അറിയാതെ തെറ്റുപറ്റിയതാണ്. അങ്ങനെ ഷൈൻ പറഞ്ഞതും ജിയാങ് അയാളോട് പറഞ്ഞു, ഒരു വാണിംഗ് ഇനി ഉണ്ടാവില്ല. കേൾക്കേണ്ട താമസം ഷൈൻ എണീറ്റ് ഓടി വന്ന് താഴെ വീണ് കിടക്കുന്ന ആ ആളെ മറ്റുള്ളവരുടെ സഹായത്താൽ പൊക്കിയെടുത്ത് കാറിനകത്തേക്കിട്ട് രണ്ട് കാറും അതിവേഗം പാഞ്ഞു പോവുകയാണ്. ശരിക്കും അവന്മാർ ഓടി രക്ഷപ്പെട്ടു എന്ന് തന്നെ പറയാം. ആ സ്ഥലത്തുനിന്ന് ഓടി രക്ഷപ്പെടുന്ന ഷൈനോടായി കൂടുതലുള്ള ആളുകൾ ചോദിച്ചു, മാസ്റ്റർ എന്തു പറ്റിയെന്നോ? നമ്മൾ ആക്രമിക്കാൻ ശ്രമിച്ചത് സാക്ഷാൽ എമിലി ബ്ലാക്കിനെയാണ്. ജിയാങ് പറഞ്ഞ കാര്യം കേൾക്കാത്ത ആളുകളോട് ഷൈൻ അയാൾ കേട്ട കാര്യം സൂചിപ്പിച്ചപ്പോൾ ശരിക്കും ആ കാറിനകത്തുള്ള സകലരും ഒന്ന് നടുങ്ങി എന്ന് പറയാം. എന്നാൽ ഇതേ സമയത്ത് ജിയാങ് നടന്ന് കാറിനടുത്തെത്തി. മിസ് ബ്ലാക്ക്, അങ്ങനെ ജിയാങ് സംബോധന ചെയ്തതും ഓക്കെ ജിയാങ് നിങ്ങൾക്ക് പോകാം. അങ്ങനെ കൂളായിട്ട് എമിലി പറഞ്ഞതും മാർക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്തു. ശരിക്കും മാർക്ക് വല്ലാത്തൊരു അമ്പരപ്പിലാണ്. തലേ ദിവസം തന്നെ ജിയാങ് തല്ലിയപ്പോ വളരെ ശ്രദ്ധിച്ചാണ് തല്ലിയെന്ന് ഇപ്പോഴാണ് മാർക്കിന് ഉറപ്പായത്. ജിയാങ് ആ പ്രായമുള്ള മനുഷ്യനെ ഒന്ന് ഇടിച്ചു തെറിപ്പിച്ചപ്പോൾ അത് മാർക്കിന് പൂർണ്ണ ബോധ്യമാണ്. താനും ജിയാങ്ങും തമ്മിലുള്ള വ്യത്യാസം വളരെ വലുതാണെന്ന് മാർക്കിന് പൂർണ്ണ ബോധ്യമായിരിക്കുകയാണ്. ജിയാങ്ങിന്റെ അതേ ശക്തിയിലേക്ക് താൻ എത്തിയില്ലെങ്കിൽ ഒരു കാരണവശാലും എമിലിയെ തനിക്ക് സ്വന്തമാക്കാൻ കഴിയില്ല എന്ന ഒരു ധാരണ മാർക്കിന്റെ മനസ്സിലുണ്ട്. എമിലിയുടെ മുറിയിലേക്കാണ് മാർക്കും എമിലിയും കൂടെ എത്തിയത്. മുറിയിലെത്തിയതും എമിലി മാർക്കിനോട് പറഞ്ഞു, മാർക്ക് ഇവിടെ ഇരിക്ക്, ഞാനൊന്ന് കുളിച്ചിട്ട് വരാം. എമിലിയെ പോലെ സുന്ദരിയായ ഒരു സ്ത്രീയുടെ മുറിയിൽ ആദ്യമായിട്ടാണ് മാർക്ക് കടക്കുന്നത്. കുളി കഴിഞ്ഞ് ബാത്ത് ടവലും ഉടുത്താണ് എമിലി പുറത്തേക്ക് വന്നത്. സുന്ദരിയായ എമിലിയെ കണ്ട മാർക്ക് ശരിക്കും ഒന്ന് ഞെട്ടിയെന്ന് തന്നെ പറയാം. വല്ലാത്ത അമ്പരപ്പോടെ കൗതുകപൂർവ്വം മാർക്ക് എമിലിയെ അങ്ങനെ സൂക്ഷിച്ച് നോക്കുന്നുണ്ടതും എമിലി ചിരിച്ചുകൊണ്ട് മാർക്കിനോട് ചോദിച്ചു, ഏയ് മാർക്ക്, എന്നെ ഇഷ്ടപ്പെട്ടോ? എമിലി ലേശം കുസൃതി കലർത്തിയാണ് ആ ചോദ്യം ചോദിച്ചത്. അത് കേട്ടതും മാർക്ക് പറഞ്ഞു, മിസ് ബ്ലാക്ക്, സത്യമായിട്ടും താങ്കളെ ആരാ ഇഷ്ടപ്പെടാത്തത്? എങ്ങും തൊടാതെ ഒരു മറുപടിയാണ് മാർക്ക് പറഞ്ഞത്. അത് കേട്ടതും എമിലി മാർക്കിന്റെ അടുത്തിരുന്നിട്ട് പതുക്കെ മലർന്നും കിടക്കുകയാണ്. ശരിക്കും ഒരു ബാത്ത് ടവൽ മാത്രം ഉടുത്തുകൊണ്ട് ആ കാറ്റലിൽ മലർന്നു കിടക്കുകയാണ് എമിലി. ആ കാഴ്ച കണ്ടതും മാർക്ക് എമിലിയോട് പറഞ്ഞു, മിസ് ബ്ലാക്ക്, എനിക്ക് നല്ല ക്ഷീണമുണ്ടേ, ഞാൻ മുറിയിലേക്ക് പോവുകയാണ്. ശരിക്കും മാർക്കിനെ ഒന്ന് ടെംപ്റ്റ് ചെയ്യിപ്പിക്കാൻ എമിലി ബോധപൂർവം ഒരു ശ്രമം നടത്തിയപ്പോൾ മാർക്ക് വളരെ വിജയകരമായി ആ ശ്രമത്തിൽ നിന്ന് പുറത്തു കിടന്നതാണ്. എമിലിയോട് യാത്ര പറഞ്ഞ് മുറിക്ക് പുറത്തേക്ക് പോകുന്ന മാർക്കിനെ കൗതുകപൂർവ്വം നോക്കി കിടക്കുകയാണ് എമിലി. മുറിയിലേക്ക് എത്തിയ മാർക്ക് ശരിക്കും ഉറങ്ങിയപ്പോൾ ഒത്തിരി നേരം വൈകിന്ന് തന്നെ പറയാം. അത്രയും നേരം മാർക്ക് ആ വളയിൽ ചില പരിപാടികൾ ചെയ്യുകയായിരുന്നു. മാർക്കിന്റെ കൈവശമുള്ള ബാഗിൽ അത്യാവശ്യം ചില സാധനങ്ങളൊക്കെ ഉണ്ട്. അതിലൊന്ന് ചെറിയൊരു ഫർണസാണ്. എന്ത് സാധനവും അതിവേഗം ചൂടാക്കാൻ അവനെ സഹായിക്കുന്ന ആ ഫർണസിലെ ഒരു പാത്രത്തിനകത്തേക്ക് ആ വള വെച്ചിട്ട്
അവൻ അതിനെ ചൂടാക്കിയായിരുന്നു. ചൂടാക്കുന്ന ആ വളയിലേക്ക് അവൻ അവൻ്റെ കയ്യിലെ രക്തം ഇറ്റ് വീഴ്ത്തുകയായിരുന്നു. രക്തത്തിൽ ആ വള കുളിച്ചപ്പോൾ അതിലേക്ക് അവൻ അവൻ്റെ കൈവശമുള്ള ചില മരുന്നുകളൊക്കെ ഒഴിക്കുന്നുണ്ട്. ശരിക്കും ഒരു പ്രോസസ്സ് അവൻ്റെ അച്ഛൻ്റെ ലൈബ്രറിയിൽ നിന്ന് അവൻ പഠിച്ചെടുത്തത് ആ രാത്രിയിൽ മാർക്ക് ചെയ്തു നോക്കുകയാണ്. നേരം ഏകദേശം 5 മണിയായപ്പോഴാണ് സത്യത്തിൽ മാർക്ക് ഉറങ്ങുന്നത്. 8 മണിയോട് അടുപ്പിച്ച് എമിലിയെ ഒന്ന് വിളിച്ചു ഉണർത്തപ്പോഴാണ് മാർക്ക് ഉണർന്നത് തന്നെ. മാർക്കിന്റെ മുറിയിലേക്ക് കടന്ന എമിലി മാർക്കിനോട് ചോദിച്ചു, മാർക്ക്, ഇന്ന് നമ്മൾ എവിടെയാണ് പോകുന്നത്? മിസ് ബ്ലാക്ക്, എവിടെ വേണമെങ്കിലും പോവാം. അങ്ങനെ മാർക്ക് പറഞ്ഞതും എമിലി മാർക്കിനോട് പറഞ്ഞു, ഏയ് മാർക്ക്, ഇനി മുതൽ എന്നെ മിസ് ബ്ലാക്ക് എന്നോ മിസ് എമിലി എന്നോ വിളിക്കരുത്. എന്നെ എമിലി എന്ന് മാത്രമേ വിളിക്കാവൂ. മിസ് ബ്ലാക്ക് എന്നും മിസ് എമിലി എന്നൊക്കെ വിളിക്കുമ്പോൾ ശരിക്കും ഒരു അകൽച്ച അവർക്കിടയിൽ ഉണ്ടെന്ന് എമിലിക്ക് തന്നെ തോന്നിയിരുന്നു. അതുകൊണ്ടാണ് എമിലി അങ്ങനെ പറഞ്ഞത്. അത് കേട്ടതും മാർക്ക് എമിലിയോട് പറഞ്ഞു, എമിലി പറയുന്ന സ്ഥലത്ത് എന്തായാലും ഞാൻ വരും. രാവിലെ ഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ട് രണ്ടുപേരും കൂടി ചെന്നത് ഒരു അമ്യൂസ്മെന്റ് പാർക്കിലാണ്. ശരിക്കും ഒരുപാട് സന്ദർശകർ വരുന്ന ഒരു വലിയ പാർക്കിലേക്കാണ് അവരെത്തിയത്. ആ പാർക്കിലെ മിക്കവാറും എല്ലാ റൈഡുകളിലും ഒരു കൊച്ചുകുട്ടിയെ പോലെ എമിലി മാർക്കിനൊപ്പം കയറുകയായിരുന്നു. ആ റൈഡുകളിൽ കയറി ഉല്ലസിക്കുന്ന എമിലിയെ വല്ലാത്തൊരു കൗതുകത്തോടെ അല്പം ദൂരം നിൽക്കുന്ന ജിയാങ് ശ്രദ്ധിക്കുന്നുണ്ട്. ശരിക്കും എമിലിക്കും അതുപോലെ മാർക്കിനും പ്രൊട്ടക്ഷനായിട്ട് ജിയാങ്ങിനെ അലോഷ്യസ് നിയമിച്ചിരിക്കുകയാണ്. ജിയാങ് മാത്രമല്ല, വേറെയും ആളുകൾ അവരുടെ കൂട്ടത്തിലുണ്ട്. മാർക്കിനെ പ്രൊട്ടക്ട് ചെയ്യാനായി ജിയാങ്ങിന്റെ സേവനം വേണമെന്ന് അലോഷ്യയോട് ആവശ്യപ്പെട്ടത് എമിലി തന്നെയാണ്. അതുകൊണ്ടാണ് എമിലിയും മാർക്കും കൂടി ലേല സ്ഥലത്ത് നിന്ന് സൗത്ത് സിറ്റിയിലെ ഹോട്ടലിലേക്ക് വരുമ്പോൾ ലിയോ ഷൈൻ തടഞ്ഞു നിർത്തുമ്പോൾ എമിലിക്ക് ഒരു ടെൻഷനും ഇല്ലാതിരുന്നത്. അവക്കറിയാം തൊട്ടു പുറകെ ജിയാങ് ഉണ്ടെന്ന്. ജിയാങ്ങിന്റെ ശക്തിയെക്കുറിച്ച് മാർക്കിന് വലിയ പിടിയില്ലെങ്കിലും എമിലിക്ക് നല്ല ധാരണയുണ്ട്. ബ്ലാക്ക് കുടുംബത്തിൽ അവളുടെ അച്ഛന്റെ ബോഡി ഗാർഡാണ് യഥാർത്ഥത്തിൽ ജിയാങ് ബ്ലാക്ക്. ആ ജിയാങ് ബ്ലാക്ക് വെറും ഒരു ഗ്രാൻഡ് മാസ്റ്റർ അല്ല, അതിനും അപ്പുറത്താണ് ജിയാങ് ബ്ലാക്ക് എന്ന് എമിലിക്ക് അറിയാം. എമിലി മാർക്ക് ഒന്നിച്ച് ആ പാർക്കിൽ അടിച്ചു പൊളിച്ച് നടക്കുമ്പോൾ വല്ലാത്തൊരു കൗതുകം ജിയാങ്ങിന്റെ മുഖത്തുണ്ട്. ജിയാങ്ങിന് അറിയാവുന്ന എമിലി വളരെ കോൾഡാണ്. എമിലിയുടെ മുഖത്തുനിന്ന് ഒരു ഭാവം വായിച്ചെടുക്കാൻ തന്നെ സാധാരണ ഇതിൽ ലേശം ബുദ്ധിമുട്ടും. സകല ജീവനക്കാരും ബഹുമാനത്തോടെയും അല്പം ഭയത്തോടെയും മാത്രമേ എമിലിയോട് ഇടപെടാറുള്ളൂ. വളരെ കൂളാണ് എമിലി, അതേസമയത്ത് വളരെ ഷാർപ്പുമാണ്. അനവധി കമ്പനികളുടെ സിഇഒ ആയ എമിലിയെ ജിയാങ്ങിന് അറിയാം. പക്ഷെ ഇപ്പോ ജിയാങ് കാണുന്നത് ആ സിഇഒയെ അല്ല, ഒരു കൊച്ചു കുട്ടിയെ പോലെ ഉല്ലസിക്കുന്ന എമിലിയാണ് ഇപ്പോ ജിയാങ് കാണുന്നത്. മാർക്കിന്റെ ആ സാന്നിധ്യമാണ് എമിലിയുടെ സന്തോഷത്തിന്റെ ബേസ്. മാർക്കിനെ പോലെ ഒരാൾ എങ്ങനെ എമിലിയുടെ മനസ്സ് കീഴടക്കി? ആ ചോദ്യം സ്വാഭാവികമായും ജിയാങ്ങിന്റെ മനസ്സിൽ വരുന്നുണ്ട്. ഇതിനിടയിൽ മാർക്കും എമിലിയും കൂടി ഒരു ഫ്ലൈ വീലിനകത്ത് കയറി. ഫ്ലൈ വീലിൽ മാർക്കിന്റെ അടുത്തിരിക്കുകയാണ് എമിലി. അവരിയ്ക്കുന്ന ആ ക്യാബിൻ കറങ്ങി ഏറ്റവും മുകളിലെത്തിയതും പെട്ടെന്നാണ് എമിലി അടുത്തിരിക്കുന്ന മാർക്കിന്റെ കവിളിൽ ഒന്ന് ചുംബിക്കുന്നത്. ശരിക്കും അപ്രതീക്ഷിതമായിരുന്നു ആ ചുംബനം. എന്താണ് സംഭവിക്കുന്നതെന്ന് മാർക്കിന് മനസ്സിലാകും മുമ്പ് ആ ക്യാബിൻ വീണ്ടും താഴേക്ക് വീണു തുടങ്ങി. അമ്പരപ്പോടെ മാർക്ക് എമിലിയോട് ചോദിച്ചു, എമിലി എന്താ ഇത്? മാർക്ക്, ഇതൊരു വിശ്വാസമാണ്. ഇതുപോലെ ഫ്ലൈ വീൽ ആകാശത്തിന് മുകളിലെത്തുമ്പോൾ അതിലിരിക്കുന്ന ആള് എന്ത് വിചാരിച്ചാലും നടക്കുമെന്നൊരു വിശ്വാസമുണ്ട്. ആ വിശ്വാസത്തോടെ അടുത്തിരിക്കുന്ന ആളെ ചുംബിച്ചാൽ ആ ആള് ജീവിതകാലം മുഴുവൻ കൂടെ ഉണ്ടാകുമെന്നാണ് വിശ്വാസം. അവൾ കേട്ടതും അറിഞ്ഞതുമായ ഒരു കാര്യം നടപ്പിലാക്കാൻ വേണ്ടി മനഃപൂർവ്വം അവൾ ആ ഫ്ലൈ വീലിലേക്ക് കയറിയതാണ്. എമിലി പറഞ്ഞ കാര്യം കേട്ടപ്പോൾ മാർക്കിന് ഒരു കൗതുകം. ആ വീല് കറങ്ങി ഒരിക്കൽ കൂടി മുകളിൽ വന്നപ്പോൾ പെട്ടെന്ന് മാർക്ക് അടുത്തിരിക്കുന്ന എമിലി ഒന്ന് ചുംബിച്ചു. മാർക്ക് ആദ്യമായി എമിലിയെ ചുംബിക്കുകയാണ്. ശരിക്കും ആ കാഴ്ച താഴെ നിൽക്കുന്ന ആർക്ക് കാണാൻ പറ്റത്തില്ല, കാരണം അത്രയും ഉയരത്തിലാണ് ആ ഫ്ലൈ വീൽ. അതുകൊണ്ട് തന്നെ ജിയാങ്ങിനോ കൂടുള്ളവർക്കോ അത് കാണാൻ പറ്റിയില്ല. മാർക്ക് എമിലിയെ ചുംബിക്കുന്ന കാഴ്ച താഴെ നിൽക്കുന്ന അവർ കണ്ടിരുന്നുവെങ്കിൽ ഉറപ്പായും മാർക്കിനെ അവരൊന്ന് പെരുമാറിയെ. ശരിക്കും വളരെ വളരെ സന്തോഷത്തോടുകൂടിയാണ് അന്നത്തെ ആ ഫ്ലൈ വീൽ എക്സ്പീരിയൻസ് ഒക്കെ കഴിഞ്ഞ് മറ്റ് റൈഡുകളിലൊക്കെ മാർക്കും അതുപോലെ എമിലി കയറുന്നത്. ആ അമ്യൂസ്മെന്റ് പാർക്കിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ട് മാർക്കും എമിലിയും കൂടി എത്തുന്നത് ഒരു ബീച്ചിലാണ്. ഏകദേശം ഒരു രാത്രി 8 മണി വരെ അവർ ബീച്ചിലുണ്ടായിരുന്നു. അതിനുശേഷം രണ്ടുപേരും ഹോട്ടലിൽ മടങ്ങിയെത്തി. മാർക്കിനോട് യാത്ര പറഞ്ഞ് എമിലി അവളുടെ മുറിയിലേക്ക് പോയി. രാവിലെ ലേശം താമസിച്ചാണ് മാർക്ക് ഉറക്കമെണീക്കുന്നത്. ഉറക്കമെണീറ്റ് കിടക്കിലിരുന്ന മാർക്കിന്റെ ശ്രദ്ധ പെട്ടെന്നാണ് തലന്റെ അടിയിരിക്കുന്ന ഒരു പേപ്പറിലേക്ക് പതിയുന്നത്. ആ പേപ്പർ കയ്യിലെടുത്ത മാർക്ക് അതിലെ വാചകം ഒന്ന് വായിച്ചു. മാർക്ക്, ഞാൻ ന്യൂ സെലസിലേക്ക് മടങ്ങിയാണ്.
ഇനി മുതൽ മാർക്ക് എല്ലാ കാര്യങ്ങളും സ്വയം ചെയ്യണം. ബി കെയർഫുൾ. എമിലി ബ്ലാക്ക്. എമിലി ബ്ലാക്ക് ന്യൂസ് സെലസിലേക്ക് മടങ്ങിയെന്ന് കേട്ടതും മാർക്ക് ശരിക്കും ഞെട്ടിയെന്ന് തന്നെ പറയാം. അവൻ പെട്ടെന്ന് വാതിൽ തുറന്ന് പുറത്തിറങ്ങി. പുറത്ത് ഇറങ്ങുമ്പോൾ മാർക്കിന് ആ കാഴ്ച കാണാം. അവിടെ പാർക്ക് ചെയ്തിരിക്കുന്ന കാറുകളുടെ കൂട്ടത്തിലെ റോൾസ് റോയ്സ് കാറ് പതുക്കെ മൂവ് തുടങ്ങുകയാണ്. അവന് ആ കാർ അറിയാം. അത് സാക്ഷാൽ അലോഷ്യസ് ബ്ലാക്കിന്റെ കാറാണ്. ആ കാറ് മൂവ് ചെയ്യുന്ന കണ്ടതും മാർക്ക് വേഗം മുറിക്കകത്തേക്ക് ഓടി. മുറിക്കകത്തേക്ക് ഓടിയ മാർക്ക് അതിവേഗം ഷർട്ട് ധരിച്ചിട്ട് എന്തൊക്കെയോ സാധനങ്ങൾ വാരി അവന്റെ പാൻസിന്റെ പോക്കറ്റിലേക്ക് ഇട്ട് താഴേക്ക് ഒരൊറ്റ ഓട്ടം. അവൻ ഹോട്ടലിന് താഴെ എത്തുമ്പോൾ ആ കാറ് ഹോട്ടലിന്റെ ഗേറ്റിന്റെ അടുത്തെത്തിക്കഴിഞ്ഞു. എമിലി എന്ന് വിളിച്ചുകൊണ്ട് മാർക്ക് പുറകെ ഓടുകയാണ്. അവൻ ഓടി ഗേറ്റിനടുത്തെത്തി. ഗേറ്റിനടുത്ത് അവൻ എത്തുമ്പോഴേക്കും വാഹനം റോഡ് ക്രോസ് ചെയ്തിരുന്നു. മാർക്കും റോഡ് ക്രോസ് ചെയ്തു. ആ കാറ് സാവധാനം മുന്നോട്ട് നീങ്ങുമ്പോൾ മാർക്ക് ഉറക്കെ വിളിക്കുന്നുണ്ട്, എമിലി എമിലി എന്ന്. ആ കാർ അല്പം മുന്നോട്ട് പോയപ്പോൾ കാർ ഓടിക്കുന്ന ഡ്രൈവർ പറഞ്ഞു, സർ, ഒരാള് നമ്മുടെ കാറിന്റെ പുറകെ ഓടുകയാണ്. അത് കേട്ടതും എമിലി തിരിഞ്ഞ് പുറകിലേക്ക് നോക്കുമ്പോൾ അവക്ക് ഓടി വരുന്ന മാർക്കിനെ കാണാം. എമിലി ഡ്രൈവറോട് പറഞ്ഞു, കാർ സ്റ്റോപ്പ് ചെയ്യും. എമിലി ആവശ്യപ്പെട്ടതും അയാള് കാറ് ഒതുക്കി നിർത്തി. കാറിൽ നിന്ന് പുറത്തിറങ്ങിയ എമിലി ഓടി വരുന്ന മാർക്കിന് നേരെ ഓടുന്നതാണ് അകത്തിരിക്കുന്ന അലോഷിയും ബാക്കി ആളുകളും കാണുന്നത്. അവരങ്ങനെ നോക്കുമ്പോൾ ഓടി വന്ന മാർക്ക് എമിലി കെട്ടിപ്പിടിച്ചു. എമിലി മാർക്കിനെ. ശരിക്കും രണ്ടുപേരും യാത്ര പറയാതെ പിരിഞ്ഞതിന്റെ ഒരു വിഷമത്തിലാണ്. എമിലി കെട്ടിപ്പിടിച്ചുകൊണ്ട് മാർക്ക് എമിലിയോട് ചോദിച്ചു, എമിലി എന്തേ എന്നോട് പറയാതെ പോയേ? മാർക്ക്, ഞാൻ മുറി വന്നിരുന്നു. അപ്പോൾ മാർക്ക് നല്ല ഉറക്കത്തിലാണ്, അതുകൊണ്ടാണ് ഞാൻ ശല്യം ചെയ്യേണ്ടെന്ന് വിചാരിച്ചത്. മാർക്ക്, ഞാൻ ന്യൂസ് സെലസ്റ്റിലേക്ക് മടങ്ങുകയാണ്. അങ്ങനെ എമിലി പറഞ്ഞതും മാർക്ക് എമിലിയുടെ പുറത്തുനിന്ന് കൈയെടുത്തിട്ട് എമിലിയോടായി പറഞ്ഞു, എമിലി, ഉറപ്പായും ഞാൻ ന്യൂസ് സെലസ്റ്റിൽ വരും. 1 കൊല്ലത്തിനകം ഞാൻ അവിടെ വന്ന് എമിലിയെ സ്വന്തമാക്കും. ശരിക്കും ഒരു ആത്മവിശ്വാസത്തോടു കൂടി തന്നെയാണ് മാർക്ക് അത് പറയുന്നത്. മാർക്കിന്റെ വാക്കുകൾ കേട്ട എമിലി മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, എപ്പോഴും ഒരു ശ്രദ്ധ വേണം. അങ്ങനെ പറഞ്ഞിട്ട് എമിലി മാർക്കിനോട് യാത്ര പറഞ്ഞ് അവളുടെ കാറിന് നേരെ നടന്നു. അവൾ കാറിനകത്തേക്ക് കയറാൻ പോയതും മാർക്ക് പിന്നീന്ന് വിളിച്ചു, എമിലി ഒരു നിമിഷം, എമിലി ഒരു നിമിഷം എന്ന് മാർക്ക് പറഞ്ഞത് കേട്ടതും കാറിലേക്ക് കയറാതെ എമിലി അവിടെ നിന്നതും മാർക്ക് ഓടി എമിലിയുടെ അടുത്തെത്തി. മാർക്ക് പെട്ടെന്ന് അവന്റെ പോക്കറ്റിൽ നിന്ന് ആ വള പുറത്തെടുത്തു. തലേദിവസം രാത്രിയിലും അവൻ ആ വളയിലെ ബാക്കി കാര്യങ്ങൾ ചെയ്യായിരുന്നു. ആ വള അവൻ എമിലിയുടെ കൈ പിടിച്ചിട്ട് ആ കൈക്കകത്തേക്ക് ഇട്ടു കൊടുക്കുകയാണ്. എമിലി, ഒരു കാരണവശാലും ഈ വള ഊരരുത്. തന്റെ കയ്യിലേക്ക് ആ വള ഇടുന്ന മാർക്കിനെ കൗതുകപൂർവ്വം നോക്കി നിൽക്കുകയാണ് എമിലി. ഈ കാഴ്ച കാറിനകത്തിരുന്ന് അലോഷിയും കാണുന്നുണ്ട്. അയാളുടെ മുഖത്ത് ഒരു പുഞ്ചിരി വിരിയുന്നുണ്ട്. ശരിക്കും തന്റെ മകളും മാർക്കും പ്രണയത്തിലാണെന്ന് അലോഷിയെ ആ കാഴ്ച വിളിച്ചു പറയുകയാണ്. അലോഷിക്കൊപ്പമുള്ള എമിലിയുടെ സെക്രട്ടറിയും ആ കാഴ്ച കാണുന്നുണ്ട്. ഈ കാഴ്ച സ്വാഭാവികമായും മറ്റൊരു കാറിൽ അവർ ഫോളോ ചെയ്യുന്ന ജിയാങ്ങും അയാൾക്കൊപ്പമുള്ള ആളുകളൊക്കെ കാണുന്നുണ്ട്. എല്ലാ കണ്ണുകളും എമിലിയിലേക്കും മാർക്കിലേക്കുമാണ്. തന്റെ കയ്യിൽ മാർക്ക് അണിയിച്ച ആ വള ഒന്ന് പൊക്കി എമിലി അതിലൊന്ന് ചുംബിച്ചു. ആ ചുംബനത്തിൽ അവൾക്ക് മാർക്കിനോടുള്ള സകല സ്നേഹമുണ്ടെന്ന് ആ കാഴ്ച വിളിച്ചു പറയുകയാണ്. മാർക്കിനെ പുറത്തും തട്ടിയിട്ട് ഒരു അക്ഷരം പോലും മിണ്ടാതെ എമിലി നടന്ന് കാറിനകത്തേക്ക് കയറി. എമിലിയുടെ കാറ് മൂവ് ചെയ്യുമ്പോൾ മാർക്ക് അവിടെ നിന്ന് ടാറ്റ പറയുന്നുണ്ട്. റോഡ് സൈഡിൽ നിന്ന് ഒരാള് ദൂരേക്ക് പോകുന്ന ഒരു കാറിന് ഇങ്ങനെ ടാറ്റ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നത് അതുവഴി കടന്നു പോകുന്ന ആളുകൾ കാണുന്നുണ്ട്. മാർക്കിനെ കടന്നു പോകുന്ന ആളുകൾ ലേശ കൗതുകത്തോടെയാണ് ആ കാഴ്ച കാണുന്നത്. കണ്ണിൽ നിന്ന് എമിലിയുടെ കാറ് മറയുന്നതുവരെയും മാർക്ക് ആ കാർ തന്നെ നോക്കി നിൽക്കുകയാണ്. ഏകദേശം ഒരു 100 മീറ്റർ പുറകിൽ മാറി മറ്റൊരു കാറിലുള്ള ജിയാങ്ങും അയാൾക്കൊപ്പമുള്ള അലോഷിയുടെ ബോഡി ഗാർഡുകളും ആ കാഴ്ച കാണുന്നുണ്ടായിരുന്നു. ജിയാങ്ങിന്റെ മുഖത്ത് ആ കാഴ്ച ശരിക്കൊരു പുഞ്ചിരി ഉണ്ടാക്കുന്നുണ്ട്. മാർക്ക് കൊള്ളാന്നുള്ളൊരു കഥാപാത്രമാണെന്ന് ഒരു തോന്നൽ ആ നിമിഷത്തിൽ ജിയാങ് പോലും അറിയാതെ ജിയാങ്ങിന്റെ മനസ്സിലുണ്ടാവുകയാണ്. എമിലിയും മാർക്കും 2 ദിവസം അടിച്ചു പൊളിക്കുന്ന സമയത്ത് ചിൽറ്റൗണിൽ പല കാര്യങ്ങളും സംഭവിച്ചിരുന്നു. തോംസൺ കുടുംബത്തിന്റെ പതനം ചിൽറ്റൗണിൽ വലിയൊരു ചർച്ചാ വിഷയമായിട്ടുണ്ട്. തോംസൺ കുടുംബത്തിനെതിരായി ഒരുപാട് ന്യൂസുകളാണ് ഈ ദിവസങ്ങളിൽ സകല മാധ്യമങ്ങളിലൂടെയും സോഷ്യൽ മാധ്യമങ്ങളിലൂടെയും ജനം അറിഞ്ഞത്. തോംസൺ കുടുംബത്തിന്റെ തെറ്റായ ചെയ്തികളെ കുറിച്ചുള്ള വാർത്തകളും ലേഖനങ്ങളും അതിനെ തെളിയിക്കാനുള്ള വീഡിയോകളൊക്കെ ഇഷ്ടംപോലെ വരികയാണ്. എൻ്റെ മാധ്യമങ്ങളിലും നിയന്ത്രണമുള്ള ബ്ലാക്ക് കുടുംബം നിശ്ചയിച്ചതുപോലെ ആ വാർത്ത അങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്.
തോംസൺ കുടുംബത്തിന് സംഭവിച്ചത് അവർക്ക് അർഹതപ്പെട്ടതാണെന്നുള്ള ഒരു തോന്നൽ സ്വാഭാവികമായിട്ടും ആ വാർത്തകൾ ഉണ്ടാക്കി. ആ വാർത്ത ഒന്ന് കെട്ടടങ്ങുമ്പോഴാണ് മറ്റൊരു വാർത്ത മിഡിൽ സിറ്റിയിൽ അറിയുന്നത്. സാക്ഷാൽ എമിലി ബ്ലാക്ക് ന്യൂസ് സെലസിലേക്ക് മടങ്ങിയിരിക്കുന്നു. വല്ലാത്തൊരു പ്രഭാവലയത്തോടുകൂടി ഏകദേശം 8 ആഴ്ചയോളം നിറഞ്ഞു നിന്ന വ്യക്തിയാണ് എമിലി ബ്ലാക്ക്. എമിലി ബ്ലാക്കിനെ ധിക്കരിക്കാൻ പറ്റാത്തതുകൊണ്ട് മാത്രം മാർക്കിനെ അനുസരിച്ച് നൂറുകണക്കിന് ആളുകൾ അവിടെ ആ മിഡിൽ സിറ്റിയിലുണ്ട്. മാർക്കിനോട് കണക്ക് ചോദിക്കാനുള്ള ആളുകളും ആ വാർത്ത അറിഞ്ഞിരിക്കുകയാണ്. ബ്ലാക്ക് കുടുംബത്തിന്റെ എമിലി ബ്ലാക്ക് മടങ്ങിപ്പോയിരിക്കുന്നു. ഒറ്റയ്ക്കായ മാർക്ക് ഇനിയൊരു വിഷയമേ അല്ല. ആ ധാരണ അനവധി ആളുകളിലേക്ക് പടരുകയാണ്. ഈ സമയത്ത് മാർക്ക് ചിൽ ടൗണിൽ നിന്ന് മിഡിൽ സിറ്റിയിൽ മടങ്ങിയെത്തി. മിഡിൽ സിറ്റിയിൽ മടങ്ങിയെത്തി ഏതാനും മണിക്കൂർ കഴിഞ്ഞപ്പോൾ നീൽ ഫ്ലെമിങ്ങിനോടായി മാർക്ക് പറഞ്ഞു, നീൽ, നീ ആ സാം ഫ്രാങ്കിനെ വിളിക്കും. മാർക്ക് പറഞ്ഞതനുസരിച്ച് നീല് സാം ഫ്രാങ്കിനെ വിളിച്ചു വരുത്തി. സാമും ലാൻസും കൂടിയാണ് വന്നത്. സാമിനെ കണ്ട് കുശലാന്വേഷണങ്ങളൊക്കെ നടത്തിയതിനു ശേഷം മാർക്ക് സാമിനോട് പറഞ്ഞു, ഏയ് സാം, ഇപ്പോ മിസ് ബ്ലാക്ക് ഇവിടെ ഇല്ല. നിനക്ക് എന്നോട് എന്തെങ്കിലും പ്രതികാരം ചെയ്യാൻ താല്പര്യമുണ്ടോ? മാർക്ക് എന്ത് ചോദ്യമായി ചോദിക്കുന്നത്? ഞാൻ എന്ത് പ്രതികാരം ചെയ്യാനാ? നോക്കൂ മാർക്ക്, സത്യമായിട്ട് ഞാൻ മാർക്കിനെ പരിചയപ്പെടുന്നതിന് മുന്നേ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിലൂടെ ഒന്ന് പച്ചപിടിക്കാൻ ശ്രമിച്ച ആളാണ്. പക്ഷെ എന്നെ എല്ലാവരും ഒരു മാഫിയ കിങ് ആയിട്ടാണ് കാണുന്നത്. അല്പസ്വല്പം ഗുണ്ടാ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരാളെന്ന നിലയിൽ എന്നെ എല്ലാവരും ഒഴിവാക്കിയായിരുന്നു പതിവ്. ആ എനിക്ക് ഇപ്പൊ ഈ മിഡിൽ സിറ്റിയിൽ ഒരു പേരുണ്ടെങ്കിൽ അതിന്റെ കാരണം മാർക്കാണ്. മാർക്കിന്റെ സോൾ നറിഷ്മെന്റ് പില്ല് വിതരണം ചെയ്യുന്ന ആളെന്ന നിലയിൽ സ്വാഭാവികമായിട്ടും സമൂഹത്തിലെ എല്ലാ തലത്തിലുള്ള ആളുകൾ ഇപ്പോ സാം ഫ്രാങ്കുമായി കണക്ഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ കണക്ഷന്റെ വിലയും അതിന്റെ ഒരു ബലവും ഒക്കെ സാമിന് സ്വയം അനുഭവപ്പെട്ടതാണ്. സാം മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, എൻ്റെ ജീവൻ പോയാലും ഞാൻ നിങ്ങളെ തള്ളി പറയില്ല. എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. മാർക്ക്, നിങ്ങൾ ഇന്നല്ലെങ്കിൽ നാളെ ഈ നാട് അടക്കി ഭരിക്കുമെന്ന്. സാം ഫ്രാങ്ക് എന്ന ആ ഗുണ്ട തലവൻ അയാളുടെ മനസ്സിലെ ആ തോന്നൽ മാർക്കിനോട് പറയുമ്പോൾ അത് കേട്ടു നിന്ന ലാൻസിനും അതുപോലെ നീലിനും അതേ ഫീലിംഗ് തന്നെ ഉണ്ടായി. അവർക്കും മാർക്കിൽ വല്ലാത്തൊരു പ്രതീക്ഷയുണ്ട്. സാമും ലാൻസും അവിടെ പോയി കഴിഞ്ഞപ്പോൾ മാർക്ക് നീലിനോട് പറഞ്ഞു, നീൽ, നമുക്ക് ഇവിടെ നിന്ന് മറ്റെങ്ങോട്ടെങ്കിലും മാറണം. ഒരു 3 ദിവസം എന്നെ ആരും തിരക്കി വരാൻ പാടില്ല. നമുക്ക് അതിന് പറ്റിയ സ്ഥലം ആ തോംസൺ ഗ്രൂപ്പിന്റെ റിവേഴ്സ് സൈഡിലെ ആ റെസ്റ്റോറൻ്റ് ആണ്. എമിലി ബ്ലാക്ക് പറഞ്ഞതനുസരിച്ച് ഷോൺ തോംസന്റെ പാർട്ടിയിൽ മാർക്ക് പങ്കെടുക്കാൻ ചെന്നപ്പോഴാണ് മാർക്ക് ആ നദീതീരത്തുള്ള റെസ്റ്റോറൻറ്റ് കാണുന്നത്. ശരിക്കും ഒരു സ്പിരിച്വൽ എനർജിയുടെ സാന്നിധ്യമുള്ള ആ റെസ്റ്റോറൻറ്റ് മാർക്കിന് ഒറ്റ നോട്ടത്തിൽ തന്നെ ഇഷ്ടമായ സ്ഥലമാണ്. തോംസൺ ഗ്രൂപ്പിലെ ഷോണും അയാളുടെ പിതാവ് ഫ്രെഡിയും കൊല്ലപ്പെട്ട സ്ഥിതിക്ക് ആ റെസ്റ്റോറൻറ്റ് ആരാണ് ഇപ്പോൾ കൈവശം വെച്ചിരിക്കണമെന്ന് അറിയേണ്ടിയിരിക്കുന്നു. അവരുടെ കയ്യിൽ നിന്ന് ആ റെസ്റ്റോറൻറ്റ് വിലയ്ക്ക് വാങ്ങണം. അതാണ് മാർക്കിൻ്റെ ഐഡിയ. മാർക്കും നീലും കൂടി ആ റെസ്റ്റോറൻറ്റിൽ എത്തുമ്പോൾ അവിടെ അനവധി ആളുകളുണ്ട്. തോംസൺ ഗ്രൂപ്പുമായി പലതരത്തിലുള്ള ബിസിനസ് ബന്ധങ്ങളുള്ള അനവധി കുടുംബങ്ങൾ പല മേഖലയിലുമുണ്ട്. സൗത്ത് സിറ്റിയിലെ ലിയോ കുടുംബത്തിന്റെ ഒരു ബ്രാഞ്ച് ചിൽ ടൗണിലും അതുപോലെ മിഡിൽ സിറ്റിയിലേക്കും ഉണ്ട്. മിഡിൽ സിറ്റിയിലുള്ള ലിയോ കുടുംബത്തിന്റെ ബ്രാഞ്ചിലെ ചില ആളുകളാണ് ആ റെസ്റ്റോറൻറ്റിനകത്തുള്ളത്. മാർക്ക് ആ റെസ്റ്റോറൻറ്റിനകത്തേക്ക് കടക്കുന്നുണ്ടതും ആ ലിയോ കുടുംബത്തിന്റെ ആളുകൾ മാർക്കിനടുത്തേക്ക് വന്നു. ഏയ് മിസ്റ്റർ മാർക്ക്, എന്താ ഇവിടെ? അല്ല, നിങ്ങൾ ആരാണ്? ഞാൻ ലിയോ കുടുംബത്തിൽ നിന്നാണ്. ലിയോ കുടുംബത്തിൽ നിന്നാണെന്ന് കേട്ടപ്പോൾ മാർക്ക് കൗതുകത്തോടെ അയാൾ നോക്കി. ഇത് സൗത്ത് സിറ്റിയിലെ ലിയോ കുടുംബവും. സൗത്ത് സിറ്റിയിലെ ലിയോ കുടുംബം തന്നെ, പക്ഷെ അവരുടെ ബ്രാഞ്ച് ആണെന്ന് മാത്രം. ഇപ്പോൾ ഞങ്ങളുടെ കീഴിലാണ് ഈ റെസ്റ്റോറൻറ്റ്. അല്ല, ഇത് തോംസൺ ഗ്രൂപ്പിന്റെ റെസ്റ്റോറൻറ്റ് അല്ലേ? തോംസൺ ഗ്രൂപ്പിന്റെ തന്നെയാണ്. പക്ഷെ തോംസൺ ഗ്രൂപ്പും ഞങ്ങൾ തമ്മിൽ ഒരു ഇടപാടുണ്ടായിരുന്നു. ആ ഇടപാട് തീർക്കാതെയാണ് തോംസൺ ഗ്രൂപ്പിലെ ഫ്രെഡിയും ഷോണും ഒക്കെ മരണപ്പെട്ടത്. അപ്പോൾ പിന്നെ ഈ റെസ്റ്റോറൻറ്റ് ഞങ്ങൾക്ക് ഏറ്റെടുത്തല്ലേ പറ്റൂ. തോംസൺ ഗ്രൂപ്പിന്റെ സാരഥികൾ ഒരു നിമിഷം കൊണ്ട് അപ്രത്യക്ഷരായപ്പോൾ അവരുടെ സ്വത്തുക്കൾ പലരും കയ്യേറിയിരിക്കുകയാണ്. ലിയോ കുടുംബത്തിന്റെ മിഡിൽ സിറ്റിയിലെ ആ ബ്രാഞ്ച്, ആ റെസ്റ്റോറൻറ്റ് കയ്യൂക്കുകൊണ്ട് കയ്യേറിയതാണ്. ആ ധാരണ മനസ്സിൽ ഉറച്ച മാർക്ക് ആ ചെറുപ്പക്കാരോട് ചോദിച്ചു, നോക്ക്, ഈ റെസ്റ്റോറൻറ്റ് വിലയ്ക്ക് വാങ്ങിക്കാനാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അങ്ങനെ മാർക്ക് പറഞ്ഞപ്പോൾ ആ ചെറുപ്പക്കാരൻ ഒന്ന് ചിരിച്ചു. ഹേയ് മാർക്ക്, നോക്ക്, ഈ റെസ്റ്റോറൻറ്റ് അങ്ങനെ വിൽക്കാനൊന്നും ഉദ്ദേശിച്ചിട്ടല്ല ഞങ്ങൾ ഏറ്റെടുത്തത്. ആ സംഭാഷണം ഒന്ന് മുറുകിയപ്പോൾ ആ ലിയോ കുടുംബത്തിലെ ആ ബ്രാഞ്ച് മാനേജർക്കൊപ്പമുള്ള ആളുകൾ
മാർക്കിനെ അങ്ങ് വളഞ്ഞു. ആ വളഞ്ഞ ആളുകൾക്ക് അധികം നേരം മാർക്കിനോട് പിടിച്ചിരിക്കാൻ പറ്റിയില്ല. ഏതാനും മിനിറ്റ് കഴിഞ്ഞതും ആ ആളുകളൊക്കെ തറയിൽ വീണു. രണ്ട് കാലിലും ചവിട്ട് കിട്ടി ഒടിഞ്ഞ് തറയിൽ കിടക്കുന്ന ലിയോ കുടുംബത്തിലെ ആ ചെറുപ്പക്കാരനോടായി മാർക്ക് പറഞ്ഞു, ഞാൻ പറഞ്ഞ കാര്യം വീണ്ടും ആവർത്തിക്കുന്നു, ഈ റെസ്റ്റോറൻറ്റ് എനിക്ക് വിലയ്ക്ക് വേണം. ഇപ്പോ ആ ചെറുപ്പക്കാരന് മറുപടി ഉണ്ട്. അയാൾ ഉടൻ മാർക്കിനോട് പറഞ്ഞു, ഈ റെസ്റ്റോറൻറ്റ് ഇപ്പോൾ എൻ്റെ അച്ഛൻ്റെ പേരിലാണ്, ഞാൻ അച്ഛനെ വിളിക്കാം. അവൻ്റെ ഫോണിൽ നിന്ന് അവൻ്റെ അച്ഛനെ വിളിച്ചു. ഏകദേശം ഒരു 15 മിനിറ്റ് ആയപ്പോൾ ആ മനുഷ്യൻ അവിടെ എത്തി. വന്നോടെ തന്നെ അയാൾ മാർക്കിനെ കണ്ട് തൊഴുകയാണ്. മിസ് മാർക്ക് ഫെല്ലർ, കണ്ടതിൽ ഒരുപാട് സന്തോഷം. എനിക്ക് ഈ റെസ്റ്റോറൻറ്റ് വാങ്ങിച്ചാൽ കൊള്ളാമെന്നുണ്ട്, അതുകൊണ്ടാണ് നിങ്ങളോട് വരാൻ പറഞ്ഞത്. ആ മനുഷ്യൻ ഉടനെ മാർക്കിനോട് പറഞ്ഞു, പിന്നെന്താ, ഉറപ്പായും ഞാൻ വിൽക്കാമല്ലോ. പെട്ടെന്ന് തന്നെ ആ വിൽപ്പന സംവിധാനങ്ങൾ പൂർത്തീകരിക്കപ്പെട്ടു. അതിവേഗമാണ് ആ റെസ്റ്റോറന്റ് വിൽപ്പന പൂർത്തീകരിക്കപ്പെട്ടത്. ആ റെസ്റ്റോറന്റ് തോംസൺ ഗ്രൂപ്പിൽ നിന്ന് ലിയോ ഗ്രൂപ്പിന്റെ കയ്യിലേക്ക് വന്നിട്ട് ഏകദേശം ഒരു ദിവസമേ ആയിട്ടുള്ളൂ എന്നതാണ് സത്യം. അതുകൊണ്ട് തന്നെ ഹാൻഡ് ഓവർ പ്രക്രിയ വളരെ എളുപ്പമായിരുന്നു. റെസ്റ്റോറന്റ് നവീകരിക്കുന്നതിന് വേണ്ടി ലിയോ ഗ്രൂപ്പ് റെസ്റ്റോറന്റിന് അവധി കൊടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ലിയോ ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട ആളുകൾ അവിടുന്ന് പോയി കഴിഞ്ഞപ്പോൾ ബാലൻസ് ഉള്ളത് മാർക്കും നീലും മാത്രമാണ്. മാർക്ക് നീലിനോട് പറഞ്ഞു, നീൽ 3 ദിവസം അതാണ് എനിക്ക് വേണ്ടത്. ഒരു കാരണവശാലും എന്നെ ഈ സമയത്ത് ആരും ശല്യം ചെയ്യരുത്. നീല് മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ഞാൻ എൻ്റെ ജീവൻ കൊടുത്തും ആ കാര്യം ചെയ്തിരിക്കും. നീൽ ഫ്ലെമിംഗ് ആദ്യമായി മാർക്കിനെ കാണുന്നതും ആ റെസ്റ്റോറന്റിൽ വെച്ചാണ്. മാർക്കിന്റെ കയ്യിൽ നിന്ന് തല്ല് കിട്ടിയാണ് നീൽ യഥാർത്ഥത്തിൽ മാർക്കുമായി അടുപ്പത്തിലാകുന്നത് തന്നെ. അതേ റെസ്റ്റോറന്റിൽ മാർക്കിനെ സംരക്ഷിക്കാനുള്ള ചുമതല ഇതാ നീലിന് കിട്ടുകയാണ്. നീലിനെ പൂമുഖത്താക്കിയിട്ട് മാർക്ക് റെസ്റ്റോറന്റ് അകത്തേക്ക് കടന്നു. അകത്ത് ഒരു വിശാലമായ മുറിയിലേക്ക് കയറിയ മാർക്ക് ആ മുറിയുടെ വാതിലങ്ങ് അടച്ചു. ഹാളും പൂമുഖവും മതിൽക്കെട്ടിന് ഉള്ളിലൊക്കെ നിരീക്ഷിക്കുന്ന ചുമതലയാണ് നീലിനുള്ളത്. നീല് ആ ഭാഗമൊക്കെ അങ്ങനെ നോക്കി നടക്കുമ്പോൾ അകത്ത് മാർക്ക് അവന്റെ കൈവശമുള്ള ഓരോ സാധനങ്ങളായി പുറത്തെടുത്തു. വെസ്ലിയുടെ കയ്യിൽ നിന്ന് കിട്ടിയ ആ അപൂർവ ഇനത്തിലുള്ള ആ വേരുകൾ, മാക്സ് കുടുംബത്തിന്റെ കയ്യിൽ നിന്ന് കിട്ടിയ ആ വേരുകൾ, അതുപോലെ ആ ലേലത്തിൽ മാർക്ക് പിടിച്ച ആ നോട്ട് വീട് വേരുകൾ, 3 ചെടികളുടെയും വേരുകളാണ് ഇപ്പോൾ മാർക്കിന്റെ കൈവശമുള്ളത്. ആ വേരുകൾ ഉപയോഗിച്ചാണ് മാർക്കിന് മരുന്ന് ഉണ്ടാക്കേണ്ടത്. മാർക്ക് ഉണ്ടാക്കാൻ പോകുന്ന മരുന്ന് സ്പിരിച്വൽ എനർജി ഗ്യാതറിംഗ് പില്ലുകളാണ്. ശരിക്കും ആ മരുന്ന് ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന ഗുളിക കഴിക്കുന്ന ഒരാൾക്ക് ചുറ്റുമുള്ള സ്പിരിച്വൽ എനർജി വലിച്ചെടുക്കാനുള്ള കപ്പാസിറ്റി ഓട്ടോമാറ്റിക്കായി ഉണ്ടായി വരും. അല്ലെങ്കിൽ ആ കപ്പാസിറ്റി ഉള്ള ആളിന് ആ കപ്പാസിറ്റി വർദ്ധിക്കും. ആ 3 സാധനങ്ങളും അതിൻ്റെതായ ശൈലിയിൽ ചേർത്ത് മരുന്നുണ്ടാക്കണം. മാർക്ക് അവൻ്റെ അച്ഛൻ്റെ ലൈബ്രറിയിൽ നിന്ന് സ്പിരിച്വൽ എനർജി ഗ്യാതറിംഗ് പില്ല് ഉണ്ടാക്കാനുള്ള അനവധി ടെക്നിക്കുകൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. ഓരോ ടെക്നിക്കിലും ഉപയോഗിക്കുന്ന ഇൻഗ്രീഡിയൻസ് മാറുമെന്ന് മാത്രം. ഇവിടെ നോട്ട് വീടും ജിൻസിങ്ങും ചേർത്തുണ്ടാക്കുന്ന ഒരു ഗുളിക, ഒരു മരുന്ന്, അതാണ് മാർക്ക് ടാർഗറ്റ് ചെയ്യുന്നത്. മാർക്ക് ആ മരുന്നുണ്ടാക്കുന്ന പ്രക്രിയയിലേക്ക് കടന്നു. അന്ന് വൈകുന്നേരം ആ റെസ്റ്റോറൻറ്റിൽ എത്തിച്ചേർന്ന മാർക്ക് ആ രാത്രിയും പിറ്റേ ദിവസം പകലും ഏതാണ്ട് പൂർത്തീകരിച്ചപ്പോൾ ഏകദേശം ആ മരുന്നിന്റെ നിർമ്മാണത്തിന്റെ 90% കംപ്ലീറ്റ് എന്ന് പറയാം. രാത്രി ഏകദേശം ഒരു 10 മണിയായപ്പോൾ മരുന്ന് നിർമ്മാണം പൂർത്തീകരിച്ചു. നിർമ്മിക്കപ്പെട്ട മരുന്ന് ഗുളിക രൂപത്തിലേക്ക് മാറ്റിയപ്പോൾ മാർക്ക് പോലും ഞെട്ടിയെന്ന് പറയാം. മാർക്കിന് അതിൽ നിന്ന് കിട്ടിയത് 28 ഗുളികകളാണ്. മരുന്നിന് ഒരു അളവുണ്ട്. ആ അളവ് ബേസ് ചെയ്തുകൊണ്ടാണ് അതിനെ ഗുളികയാക്കി മാറ്റുന്നത്. 28 ഗുളികകൾക്കുള്ള സാധനം ആ 3 ചെടികളിൽ നിന്നായി മാർക്കിനെ കിട്ടിയിരിക്കുകയാണ്. സ്പിരിച്വൽ എനർജി പിടിച്ചെടുക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ വളർത്താൻ കഴിയുന്ന 28 ഗുളികകൾ ഇതാ മാർക്കിന്റെ കൈവശം ഇരിക്കുകയാണ്. സാധാരണ മാർഷൽ ആർട്ടിസ്റ്റുകൾ പോകുന്ന വഴിയിലൂടെ അല്ല മാർക്ക് പോകുന്നത്. മാർക്ക് ഉപയോഗിക്കുന്നത് കൾട്ടിവേഷൻ ടെക്നിക്കാണ്. കൾട്ടിവേഷൻ ടെക്നിക്കിൽ ബ്രീത്തിങ്ങും അതുപോലെ മരുന്നുമാണ് ഘടകങ്ങൾ. സാധാരണ മാർഷൽ ആർട്സ് പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാർക്ക് ആയോധന വിധിയിൽ അതിൻ്റെതായ ശൈലിയുണ്ട്. രണ്ടും 2 പാതയാണ്. മാർക്ക് ഇപ്പോ റിഫൈനിങ് സ്റ്റേജിന്റെ 5ാമത്തെ ലെവലിൽ നിൽക്കുകയാണ്. അവിടെ നിന്ന് മാർക്കിന് എത്തേണ്ടത് 9 ലെവലിലേക്കും തുടർന്ന് അടുത്ത ഘട്ടത്തിലേക്കുമാണ്. അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് സ്പിരിച്വൽ എനർജി എസ്റ്റാബ്ലിഷ്മെന്റ് സ്റ്റേജ് ആണ്. സ്പിരിച്വൽ എനർജി റിഫൈൻ ചെയ്യുന്ന 9 സ്റ്റേജുകൾ കഴിഞ്ഞാൽ സ്പിരിച്വൽ എനർജി ശരീരത്തിൽ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന 9 സ്റ്റേജുകളുണ്ട്. ഇപ്പോൾ റിഫൈൻ ചെയ്യുന്ന 5ാമത്തെ സ്റ്റേജിൽ മാർക്ക് നിൽക്കുന്നതേ ഉള്ളൂ. ഈ സ്റ്റേജുകളും യഥാർത്ഥത്തിലെ മാർഷൽ ആർട്സിലെ റാങ്ക് തമ്മിൽ ഒരു ബന്ധവുമില്ല. തമ്മിൽ കമ്പയർ ചെയ്യാൻ പോലും പറ്റത്തില്ല. രണ്ട് ശൈലിയാണ്. എസ്റ്റാബ്ലിഷ്മെന്റ് സ്റ്റേജ് കഴിഞ്ഞാൽ മാർക്ക് പോകുന്നത് മൊണാസ്റ്റിക് സ്റ്റേജിലേക്കാണ്. ശരിക്കും ഋഷ്യതുല്യരായ സന്യാസികൾ എത്തുന്ന മേഖലയാണ് ഈ മൊണാസ്റ്റിക് സ്റ്റേജ്. അവിടെയും 9 സ്റ്റേജ് ഉണ്ട്.
ആ സ്റ്റേജ് കഴിയുമ്പോൾ എൻലൈറ്റ്മെന്റ് സ്റ്റേജാണ്. എൻലൈറ്റ്മെന്റ് സ്റ്റേജ് ബുദ്ധന് ബോധോദയം വന്നതുപോലെ ഒരു സ്റ്റേജാണ്. ശരിക്കും ദിവ്യശക്തി ലഭിക്കുന്ന സ്റ്റേജാണെന്ന് പറയാം. മാർക്കിന്റെ അച്ഛൻ മാർക്കിലേക്ക് പകർന്നു നൽകിക്കുന്ന അറിവ് വളരെ വെർട്ടിക്കലായിട്ടുള്ള വേറൊരു പാതയാണ്. സാധാരണ മാർഷൽ ആർട്ടിസ്റ്റുകളുടെ പാതയുമായി ഈ പാതയ്ക്ക് ഒരു ബന്ധവുമില്ല. പക്ഷെ മാർക്കിന് ഒരു കാര്യം അറിയാം. മാർക്കിന്റെ അച്ഛൻ മാർക്കിന് പകർന്നു നൽകിയിരിക്കുന്ന ആ കൾട്ടിവേഷൻ ടെക്നിക്കുകളിലൂടെ കടന്നു പോകുമ്പോൾ അവന്റെ ശക്തി വർദ്ധിക്കുന്നുണ്ട്, അവന്റെ കാഴ്ചശക്തി വർദ്ധിക്കുന്നുണ്ട്, അവന്റെ കേൾവിശക്തി വർദ്ധിക്കുന്നുണ്ട്, അവന്റെ സ്പിരിച്വൽ എനർജി റിസീവ് ചെയ്യാനുള്ള ശക്തി വർദ്ധിക്കുന്നുണ്ട്. എല്ലാ ശൈലിയിലും ഒരു വർധനമുണ്ട്. അതുകൊണ്ടാണ് ആ സ്പിരിച്വൽ എനർജി ഗ്യാദർ ചെയ്യാനുള്ള, ശരീരത്തിനകത്തേക്ക് വലിച്ചു കൂട്ടാനുള്ള, അല്ലെങ്കിൽ ശരീരത്തിനകത്തേക്ക് കൊണ്ടുവരാനുള്ള, സംഭരിക്കാനുള്ള ആ മരുന്നുണ്ടാക്കുന്ന പ്രക്രിയയിൽ മാർക്ക് സജീവമായി ഇടപെട്ടത്. അതിന്റെ ഫലമായിട്ട് ഇതാ 28 ഗുളികകൾ അവൻ ഉണ്ടാക്കി കഴിഞ്ഞു. ആ ഗുളികകളെ കുറിച്ച് അവൻ വായിച്ചത് വളരെ സിമ്പിളായ ഒരു കാര്യമാണ്. ആ സ്പിരിച്വൽ എനർജി ഗ്യാതറിംഗ് ഗുളിക ഒരെണ്ണം ഒരാൾ കഴിച്ചാൽ അയാൾ ഒരു സ്റ്റേജിൽ നിന്ന് അടുത്ത സ്റ്റേജിലേക്ക് കടക്കുമെന്നാണ്. ശരിക്കും ആ കാര്യം മനസ്സിൽ ഉറപ്പിച്ചിരിക്കുന്ന മാർക്ക് അതിൽ നിന്ന് ഒരു ഗുളിക എടുത്ത് കഴിച്ചു. ആ ഗുളിക കഴിച്ച മാർക്കിന്റെ വയറിനകത്ത് പെട്ടെന്നൊരു ചൂടുണ്ടാവുകയാണ്. ശരിക്കും ഒരു സ്ഫോടനം അവന്റെ വയറിനകത്ത് അനുഭവപ്പെട്ടു എന്ന് പറയാം. ഗുളിക വളരെ പവർഫുൾ ആണെന്ന് അർത്ഥം. ആ ഗുളിക വയറിനകത്തേക്ക് എത്തി ഏതാനും സെക്കൻഡുകൾ കൊണ്ട് വയറിനകത്ത് ലയിച്ചു ചേർന്നു എന്ന് പറയാം. അതിൻ്റെതായ ഒരു ഇഫക്റ്റ് മാർക്കിന്റെ ബോഡിയിൽ അനുഭവപ്പെട്ടു തുടങ്ങിയാണ്. മാർക്കിന്റെ ബോഡിയിൽ വല്ലാത്തൊരു ചൂട് അനുഭവപ്പെട്ടു തുടങ്ങി. ശരീരത്തിന്റെ എല്ലാ ഭാഗത്തും ഒരു ചൂട് വരികയാണ്. ശരീരത്തിലെ ഓരോ രോമകൂപത്തിലൂടെയും ഒരു ചൂട് വായു പുറത്തേക്ക് പോകുമ്പോൾ ഒരു ഫീല് മാർക്കിന് അനുഭവപ്പെടുന്നുണ്ട്. മാർക്ക് പത്മാസനത്തിൽ ഇരിക്കുകയാണ്. മാർക്കിന് ചുറ്റുമായി ചൂടുവായി പതുക്കെ മൂവ് ചെയ്ത് തുടങ്ങുകയാണ്. ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ മാർക്കിന് ആ കാര്യം ഉറപ്പായി. താനിതാ 5ാമത്തെ സ്റ്റേജിൽ നിന്ന് 6ാമത്തെ സ്റ്റേജിൽ എത്തിയിരിക്കുകയാണ്. ശരിക്കും അവന്റെ അച്ഛന്റെ ലൈബ്രറിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യം അതുപോലെ സംഭവിച്ചിരിക്കുകയാണ്. സന്തോഷം തോന്നിയ മാർക്ക് ഉടൻ 2ാമത്തെ ഗുളിക എടുത്തു. ആ ഗുളിക കഴിച്ചപ്പോഴും നേരത്തെ പോലെ തന്നെ കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. പക്ഷേ 1 മണിക്കൂറായിട്ടും അവൻ അടുത്ത സ്റ്റേജിലേക്ക് കടന്നില്ല. ഇതെന്തു പറ്റി? നേരത്തെ ഒരു ഗുളിക കഴിച്ചപ്പോൾ ഒരു സ്റ്റേജ് ഓട്ടോമാറ്റിക്കായിട്ട് അവൻ മറികടന്നതാണ്. 6th സ്റ്റേജിൽ നിന്ന് 7th സ്റ്റേജിലേക്ക് കടക്കാൻ അവനൊട്ട് പറ്റുന്നില്ല. മാർക്ക് വല്ലാതെ കുഴങ്ങിയെന്ന് പറയാം. കുറെ നേരം മാർക്ക് തന്റെ മുന്നിലിരിക്കുന്ന ഗുളിയിലേക്ക് അങ്ങനെ നോക്കി നിന്നിട്ട് ബാക്കിയുള്ള 26 ഗുളിയും മാർക്ക് കയ്യിലേക്ക് എടുത്തു. വേറെ ഒന്നും ആലോചിക്കാതെ മാർക്ക് ആ ഗുളികൾ ഒന്നൊന്നായി കഴിച്ചു തുടങ്ങി. ആ 26 ഗുളിയും മാർക്ക് ഒന്നിച്ച് കഴിച്ചോടുകൂടി മാർക്കിന്റെ ശരീരത്തിനകത്ത് ശരിക്കും സ്ഫോടനങ്ങളുടെ ഒരു പരമ്പര ഉണ്ടായെന്ന് പറയാം. ശരിക്കും അൺബിലീവബിൾ ആയിട്ടുള്ള ഒരു മാനസിക ശക്തിയുള്ള കക്ഷിയാണ് ഈ മാർക്ക് ഫെല്ലർ. അതുകൊണ്ട് മാത്രമാണ് മാർക്കിന്റെ ശരീരത്തിനകത്തുള്ള ആ സ്ഫോടനം ഉണ്ടാക്കുന്ന ആ ഷോക്ക് മാർക്ക് പിടിച്ചു നിന്നത്. ശരിക്കും അവന്റെ ബോഡിയിൽ നിന്ന് വിറയ്ക്കുന്നുണ്ട്. 26 ഗുളികകൾ, ഓരോ ഗുളികയും നമുക്ക് ഉത്തേജക ഔഷധങ്ങളുടെ കൂട്ടത്തിൽ കൂട്ടാം. 26 എണ്ണം ഒരുമിച്ച് കഴിക്കാൻ സാധാരണ രീതിയിൽ ആരും തയ്യാറാകത്തില്ല. പക്ഷെ മാർക്ക് ഇതാ 26 ഒന്നിച്ച് കഴിച്ചിരിക്കുകയാണ്. അവന്റെ ബോഡി വിയർക്കുന്നുണ്ട്, വിറയ്ക്കുന്നുണ്ട്. ശരിക്കും ബോഡിക്ക് ചുറ്റുമായി ഒരു ആവിയുടെ വലയം ഉണ്ടാകുന്നുണ്ട്. സമയം അങ്ങനെ പാസ് ചെയ്ത് പോവുകയാണ്. ഈ സംഭവങ്ങളൊന്നും അറിയാതെ പുറത്ത് കാവൽ നിൽക്കുകയാണ് സാക്ഷാൽ നെയിൽ ഫ്ലെമിംഗ്. നേരം ഏകദേശം 8 മണിയായി. ആ സമയത്ത് ആ റെസ്റ്റോറന്റ് മുന്നിലേക്ക് ഒരു വാഹനം എത്തി. പാർക്കിംഗ് ഗ്രൗണ്ടിൽ വാഹനം പാർക്ക് ചെയ്തിട്ട് അതിൽ വന്ന ആളുകൾ നടന്ന് ഗേറ്റിനടുത്തെത്തി. ഗേറ്റ് പൂട്ടി അകത്ത് നിൽക്കുകയാണ് നെയിൽ ഫ്ലെമിംഗ്. നെയിൽ ഫ്ലെമിംഗ് അവിടെ വന്ന ആളുകളോട് പറഞ്ഞു, ഹലോ, റെസ്റ്റോറന്റ് ഇന്ന് തുറക്കില്ല. അങ്ങനെ നെയിൽ പറഞ്ഞതും ഗേറ്റ് പുറത്തെത്തിയ ആള് ഒന്ന് ചിരിച്ചു. കൊള്ളാം, നീ ആയിരിക്കും മാർക്ക് ഫെല്ലറുടെ വളർത്തുനായ. പെട്ടെന്ന് അങ്ങനെ ഒരു പദപ്രയോഗം ആഗതൻ നടത്തിയപ്പോ നെയില് ആഗതനോട് പറഞ്ഞു, നോക്ക്, നിങ്ങൾ എന്ത് പേരിട്ട് എന്നെ വിളിക്കുന്നു എന്നത് എന്റെ വിഷയമേ അല്ല. ഞാൻ പറയേണ്ട കാര്യം പറഞ്ഞു കഴിഞ്ഞു. ഇന്ന് റെസ്റ്റോറന്റ് തുറക്കത്തില്ല. ഓക്കെ, റെസ്റ്റോറന്റ് തുറക്കണമെന്ന് ഞങ്ങൾക്കുമില്ല. ഞാൻ വന്നത് മാർക്ക് ഫെല്ലറെ കാണാനാണ്. സോറി, മാർക്കിനെ കാണാൻ പറ്റില്ല. മാർക്ക് അത്യാവശ്യമായി ചില കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മാർക്കിനെ കാണാനാണ് ഞാനിവിടെ വന്നതെങ്കിൽ ഞാൻ മാർക്കിനെ കാണുക തന്നെ ചെയ്യും. അങ്ങനെ ആഗതൻ പറയുമ്പോൾ അയാൾക്കൊപ്പം വന്ന ആളുകൾ അയാളുടെ ഇരുവശത്തുമായി അണിനിരന്നു. ഒരു ടീം അങ്ങനെ അണിനിരന്നിരിക്കുകയാണ്. 2 ഡസനോളം വരുന്ന ആ കരുത്തരായ യോദ്ധാക്കളെ നീലെ ഒന്ന് നോക്കി. നീൽ ഫ്ലെമിംഗ് ശക്തനായ ഒരു മാർഷൽ ആർട്ടിസ്റ്റാണ്. അയാൾ ആ നിരന്നു നിൽക്കുന്ന ആളുകളെ നോക്കിയതും അവരുടെ നടുക്ക് നിൽക്കുന്ന ലിയോ ഷൈൻ നീലോട് പറഞ്ഞു, ഏയ്, ഞാൻ ആരാണെന്ന് ഞാൻ ആദ്യം പരിചയപ്പെടുത്താം. എന്റെ പേര് ലിയോ ഷൈൻ. ഞാൻ സൗത്ത് സിറ്റിയിലെ ലിയോ കുടുംബത്തിൽ നിന്നാണ് വരുന്നത്. എനിക്ക്
മിസ്റ്റർ മാർക്ക് ഫെല്ലറെ ഒന്ന് കാണണം. ലിയോ ഫെല്ലർ അല്ല, സാക്ഷാൽ രാജാവ് വന്നാലും അകത്തേക്ക് കടത്തിവിടില്ല എന്നുള്ള തീരുമാനത്തിൽ നിൽക്കുന്ന നീൽ ലിയോ ഷൈനോട് പറഞ്ഞു, സോറി, നിങ്ങൾ ആരായാലും എനിക്ക് നിങ്ങളെ അകത്തേക്ക് വിടാൻ പറ്റില്ല. അങ്ങനെ നീൽ പറഞ്ഞതും ലിയോ ബലമായി ഗേറ്റിലും തള്ളി. അയാളുടെ ശക്തി എന്താണെന്ന് സൂചിപ്പിച്ചുകൊണ്ട് ആ ഗേറ്റ് മലർക്കെ തുറക്കപ്പെട്ടു. പെട്ടെന്ന് ആ ഗേറ്റ് മലർക്കെ തുറക്കപ്പെട്ടപ്പോൾ അതിന്റെ ആഘാതത്തിൽ നീല് പുറകോട്ട് തള്ളപ്പെട്ടു. ലിയോ ഷൈൻ അകത്തേക്ക് കടന്നു. അയാൾ നീലിനെ നോക്കിയിട്ട് നീലിനോട് പറഞ്ഞു, നീ ഇന്റേണൽ സ്ട്രെങ്ത് മാസ്റ്ററാണ്. ഇപ്പൊ നീ 8ാമത്തെ ലെവലിലാണ്. നിനക്ക് പക്ഷേ എന്നെ തടുക്കാനുള്ള ശേഷിയില്ല. ആ 2 സ്റ്റേറ്റ്മെന്റും നീലിനെ അമ്പരപ്പിച്ചു എന്ന് തന്നെ പറയാം. നീല് ഇന്റേണൽ സ്ട്രെങ്ത് മാസ്റ്റർ 8th ലെവലാണെന്നുള്ള കാര്യം നീല് അവരോട് പറഞ്ഞതല്ല. അവന്റെ ആ ലെവല് കൃത്യമായി റീഡ് ചെയ്യാൻ പറ്റണമെങ്കിൽ അവനേക്കാൾ വളരെ ഉയർന്ന ലെവൽ മറ്റേയാൾക്ക് ഉണ്ടാകണം. അവന്റെ ലെവൽ റീഡ് ചെയ്തു എന്ന് പറയുമ്പോൾ ലിയോ ഷൈൻ ശരിക്കും അവനേക്കാൾ ശക്തനാണെന്ന് അർത്ഥം. അത് മനസ്സിലാക്കിയ നീൽ ലിയോട് പറഞ്ഞു, മിസ്റ്റർ ലിയോ, ഞാൻ പറഞ്ഞല്ലോ മാർക്കിനെ കാണാൻ പറ്റില്ല. നിന്നെ എനിക്കങ്ങ് ഇഷ്ടമായി. നീ ഒരു ശൗര്യമുള്ള വളർത്തുനായ തന്നെയാണ്. അങ്ങനെ ഷോൺ പറഞ്ഞതും അവനോടൊപ്പമുള്ള ആളുകൾ നീലിനെ നേരിടതായി മുന്നോട്ട് നീങ്ങുന്ന കണ്ടതും ഷോൺ അവരോട് പറഞ്ഞു, നിങ്ങൾ വെയിറ്റ് ചെയ്യും, ഇവനെ ഞാൻ നേരിടാം. അങ്ങനെ പറഞ്ഞിട്ട് ഷോൺ നടന്ന് നീലിന്റെ അടുത്തേക്ക് വന്നു. നീല് തന്റെ അടുത്തേക്ക് വരുന്ന ഷോണിനെ തന്നെ കൗതുകം നോക്കി നിൽക്കുകയാണ്. നീലിന്റെ ആ നോട്ടം ഒന്ന് ശ്രദ്ധിച്ചിട്ട് ഷോൺ ഒന്ന് തിരിഞ്ഞതും നീല് തെറിച്ചതും ഒരുമിച്ചാണ്. ശരിക്കും ഷോൺ ഒന്ന് തിരിഞ്ഞ് കാലുകൊണ്ട് ഒരു അറ്റ ആടി. ആ അടി തികച്ചും അപ്രതീക്ഷിതമായതുകൊണ്ട് തന്നെ നീലിന് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. തെറിച്ച് ദൂരേക്ക് വീണ നീൽ അമ്പരപ്പോടെ ചാടി എണീറ്റു. അവൻ ചാടി എണീറ്റതും അവൻ്റെ അടുത്തേക്ക് കൂളായി ഷോൺ നടന്നു വരികയാണ്. നടന്നു വന്ന ഷോൺ പെട്ടെന്ന് അയാളുടെ കൈയൊന്ന് ഉയർത്തി. 2 കൈയും അയാളൊന്ന് ഉയർത്തിയതും നീലിന്റെ മുകളിൽ ഒരു പ്രഷർ അനുഭവപ്പെടുകയാണ്. ശരിക്കും നീലിന് നേരെ നിൽക്കാൻ പറ്റാത്ത ശൈലിയിൽ വല്ലാത്തൊരു പ്രഷർ അയാളുടെ മുകളിൽ അനുഭവപ്പെട്ടു തുടങ്ങി. ലിയോ ഷൈൻ അയാളുടെ ശരീരത്തിലെ ഇന്റേണൽ എനർജി ഉപയോഗിച്ചുകൊണ്ട് വളരെ കാര്യമായ ഒരു ഇടപെടൽ നടത്തുകയാണ്. ആ ഇന്റേണൽ എനർജി ഉപയോഗിച്ചുകൊണ്ട് ലിയോ ഷൈൻ 2 കൈയും മുകളിലേക്ക് ഉയർത്തിപ്പിടിച്ചപ്പോൾ ശരിക്കും അൺബിലീവബിൾ എന്ന് വിളിക്കാൻ കഴിയുന്ന ഒരു പ്രഷർ നീലിന്റെ മുകളിൽ അനുഭവപ്പെട്ടു. നീലിന്റെ മുകളിൽ ആ പ്രഷർ അനുഭവപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ട് നീല് മുട്ടിടിച്ച് താഴേക്ക് വീഴും. നീല് പക്ഷേ 2 കൽപ്പിച്ചാ നിൽക്കുന്നത്. അവൻ അവന്റെ കഴിവിന്റെ പരമാവധി ബലം കാലിലേക്ക് കൊടുക്കുകയാണ്. കാല് 2ഉം അവൻ തറയിൽ ഉറപ്പിച്ച് പിടിച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ ഷോൺ കൈ താത്തിട്ടും നീല് വീഴുന്നില്ല. ഡോ, നീ കൊള്ളാലോ. അങ്ങനെ പറഞ്ഞുകൊണ്ട് ഷോൺ കാല് ഉയർത്തി ഒരു ഒറ്റ ചവിട്ട്. നീലിന്റെ കാലിൽ ഷോണിന്റെ കാല് പതിഞ്ഞതും നീല് മുട്ടിടിച്ച് താഴെ വീണു. ഇതുപോലെ മുട്ടുകുത്തേണ്ട നീ എന്നെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുന്നത് അബദ്ധമല്ലേ? അങ്ങനെ പറഞ്ഞിട്ട് ഷോൺ ആ ബിൽഡിങ്ങിൽ നിന്ന് നടന്നതും പെട്ടെന്നാണ് നീല് അവന്റെ കാലിൽ കയറി പിടിച്ചത്. ശരിക്കും നീല് ഷോണിന്റെ കാലം കെട്ടിപ്പിടിക്കുകയായിരുന്നു. നീലിന്റെ ആ പിടുത്തം വിടിവിക്കാനായി ഷോൺ കാലൊന്ന് കുടഞ്ഞു. കാലയാൾ കുടഞ്ഞിട്ടും കാലിലെ പിടുത്തം നീല് വിടുന്നില്ല. ഈ കാഴ്ച കണ്ടുകൊണ്ട് നിൽക്കുന്ന ആ സെക്യൂരിറ്റി ഗാർഡുകളിൽ 2 പേർ ഓടി ഷോണിന്റെ അടുത്ത് വന്ന് നീലിനെ പിടിച്ചു മാറ്റാൻ നോക്കി. അവരും ബലമായി പിടിച്ചിട്ടും ഷോണിന്റെ കാലിലെ പിടുത്തം നീല് വിടുന്നില്ല. അത് കണ്ടതും ഷോൺ ആ ബോഡി ഗാർഡുകളോട് പറഞ്ഞു, നിങ്ങൾ എവനെ വിട്ടേക്ക്, ഇവന്റെ കാര്യം ഞാൻ നോക്കാം. നിങ്ങൾ ആ വാതിൽ ചവിട്ടി പൊളിക്ക്. അകത്ത് സാക്ഷാൽ മാർക്ക് ഫെല്ലർ ഉണ്ടെന്ന് ഷോണിന് 100% ഉറപ്പാണ്. മാർക്ക് ഫെല്ലറെ ആ വാതിൽ തുറക്കാനുള്ള ഉത്തരവ് കിട്ടിയതും ആ ബോഡി ഗാർഡുകൾ ഓടി ആ വാതിൽ അടുത്ത് വന്നു. അവർ ആ വാതിൽ അതിശക്തമായി തള്ളുന്ന ആ നിമിഷത്തിൽ പെട്ടെന്ന് വാതിൽ മലർക്കെ തുറക്കപ്പെട്ടു. വാതിൽ മലർക്കെ തുറക്കപ്പെട്ടതും ആ ബോഡി ഗാർഡുകൾ ലേശം അമ്പരുന്നു എന്ന് പറയാം. അവർ അമ്പരപ്പോടെ അകത്തേക്ക് നോക്കുമ്പോൾ അകത്തുനിന്ന് സാക്ഷാൽ മാർക്ക് ഫെല്ലർ പുറത്തേക്ക് ഇറങ്ങി വരികയാണ്. മാർക്ക് പുറത്തേക്ക് ഇറങ്ങി വരുന്ന കാഴ്ച ഷോണിന്റെ കാലിൽ കെട്ടിപ്പിടിച്ചിരിക്കുന്ന നീല് കണ്ടു. നീല് ഉറക്കെ മാർക്കിനെ വിളിച്ചു. മാർക്ക്! ശബ്ദം കേട്ട ദിക്കിലേക്ക് മാർക്കിന്റെ നോട്ടം എത്തുമ്പോൾ നീലിന്റെ കൈ ഷോണിന്റെ കാലിൽ നിന്ന് അങ്ങ് ഇളവി. ആ നിമിഷത്തിൽ അവൻ താഴേക്ക് വീഴുകയാണ്. ഒരു കാരണവശാലും ഷോണിനെ അകത്തേക്ക് വിടില്ല എന്ന് അവൻ തീരുമാനിച്ചുറപ്പിച്ചതാണ്. അതുകൊണ്ട് തന്നെ ഷോൺ അവനെ മറ്റേ കാലുകൊണ്ട് ആഞ്ഞു ചവിട്ടിയിട്ടും അവൻ പിടിവിടാതിരുന്നത്. ശരിക്കും ചവിട്ട് നീലിന് കിട്ടിയെന്ന് അവന്റെ മുഖം വിളിച്ചു പറയുകയാണ്. മാർക്ക് പെട്ടെന്ന് നീലിന് അടുത്തെത്തി. നീലിനെ പിടിച്ചിടിപ്പിച്ച മാർക്ക് പെട്ടെന്നാണ് മാർക്ക് അവന്റെ പോക്കറ്റിൽ നിന്ന് ഒരു ഗുളിക എടുത്ത് നീലിന്റെ വായിലേക്ക് ഇട്ടത്. നീലിനെ തന്നെ പുറത്തേക്ക് ചേർത്തിട്ട് മാർക്ക് നീലിന്റെ പുറത്തൊന്ന് തട്ടുകയാണ്. ശരിക്കും ബാക്കിൽ തട്ടി
അവന്റെ പരിക്ക് കളയുന്ന എന്തോ ഒരു പരിപാടി മാർക്ക് നോക്കുന്നതാണ്. ഈ സമയത്ത് മാർക്കിനെ തന്നെ കൗതുകപൂർവ്വം നോക്കി നിൽക്കുകയാണ് സാക്ഷാൽ ലിയോ ഷൈൻ. ലിയോ ഷൈൻ പെട്ടെന്ന് മാർക്കിനോട് ചോദിച്ചു, മിസ്റ്റർ മാർക്ക്, ഞാൻ നിങ്ങളെക്കുറിച്ച് കാര്യമായി തിരക്കിയിട്ടുണ്ട്. എനിക്ക് നിങ്ങളുമായി ഒരു വഴക്കുണ്ടാക്കാൻ താല്പര്യമില്ല. നിങ്ങൾ ആ നോട്ട് വീട് എനിക്ക് മടക്കി നൽകണം. നിങ്ങളെന്താ ഈ പറയുന്നത്? നോട്ട് വീട് നിങ്ങൾക്ക് മടക്കി നൽകണമെന്ന്? എന്റേതല്ലേ നോട്ട് വീട്? മിസ്റ്റർ മാർക്ക് നോക്ക്, നോട്ട് വീട് നിങ്ങളുടേതാണോ എന്റേതാണോ എന്നുള്ളതല്ല വിഷയം. നിങ്ങളത് എനിക്ക് മടക്കി നൽകണമെന്നാണ് വിഷയം. മിസ്റ്റർ ലിയോ, ആ നോട്ട് വീട് ഞാൻ അങ്ങ് കഴിച്ചായിരുന്നു. മാർക്ക്, തമാശ വിട്. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഒരു മത്സരം വയ്ക്കാം. നമുക്ക് റിങ്ങിൽ വെച്ച് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാം. വളരെ ആലോചിച്ചുറച്ച് ഒരു പദ്ധതിയുമായിട്ടാണ് ലിയോ ഷൈൻ മാർക്കിനെ കാണാൻ എത്തിയിരിക്കുന്നത്. മാർക്കിനെ സപ്പോർട്ട് ചെയ്യുന്നത് ബ്ലാക്ക് കുടുംബത്തിലെ എമിലി ബ്ലാക്ക് ആണ്. മാർക്കിന്റെ പുറത്ത് ആരെങ്കിലും കൈവച്ചാൽ ബ്ലാക്ക് കുടുംബം സ്വാഭാവികമായിട്ടും ആ ആളെ നേരിടാൻ സാധ്യതയുണ്ട്. പക്ഷേ ഒരു റിങ്ങിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്യുമ്പോൾ മാർക്കിനെ കൊന്നാലും ആർക്കും ചോദ്യം ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് മനഃപൂർവ്വം മാർക്കിനെ റിങ്ങിൽ എത്തിക്കാനായിട്ട് ഷൈൻ ഒരു കളി കളിക്കുന്നതാണ്. ഷൈൻ പറഞ്ഞു കേട്ടതും മാർക്ക് കൗതുകപൂർവ്വം ഷൈനെ നോക്കി. ഷൈൻ മാർക്കിനോട് പറഞ്ഞു, മിസ്റ്റർ മാർക്ക്, റിങ്ങിൽ നിങ്ങൾ പരാജയപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ആ നോട്ട് വീട് എനിക്ക് തരണം. മിസ്റ്റർ ലിയോ, നിങ്ങളുടെ കണ്ടീഷൻ കൊള്ളാം. അപ്പോ നിങ്ങൾ പരാജയപ്പെട്ടാലോ? മിസ്റ്റർ മാർക്ക്, ഞാൻ പരാജയപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ നോട്ട് വീട് സ്വന്തമാക്കാലോ. മിസ്റ്റർ ലിയോ, ആ നോട്ട് വീട് ഒന്നാമതായി എന്റേതാണ്. എന്റെ സാധനം വെച്ച് ഞാൻ എന്തിന് നിങ്ങളോട് മത്സരിക്കണം? നിങ്ങൾ പരാജയപ്പെട്ടാൽ നിങ്ങൾ രണ്ട് കാര്യങ്ങൾ ചെയ്യണം. ഒന്ന്, നിങ്ങൾ മുട്ടുകുത്തി നീലിനോട് മാപ്പ് അപേക്ഷിക്കണം. രണ്ട്, 100 വർഷത്തിലേറെയും പ്രായമുള്ള ഏതെങ്കിലും ഒരു ഔഷധ സസ്യം എനിക്ക് നൽകുകയും വേണം. കണ്ടീഷൻസ് കേട്ടപ്പോ ലിയോ ഷൈൻ ചിരിച്ചു പോവുകയാണ്. പെട്ടെന്ന് തന്നെ പക്ഷെ അയാൾ സമ്മതിച്ചു. ഓക്കെ മാർക്ക്, ഞാൻ സമ്മതിച്ചിരിക്കുന്നു. അയാൾക്ക് 100% ഉറപ്പാണ് തന്റെ മുന്നിൽ നിൽക്കുന്ന മാർക്ക് ഫെല്ലറെ നിഷ്പ്രയാസം അത് തോൽപ്പിക്കാൻ പറ്റുമെന്ന്. അപ്പൊ മാർക്ക്, 3 ദിവസം കഴിയുമ്പോൾ സൗത്ത് സിറ്റിയിൽ നമ്മൾ മുഖാമുഖം കാണുന്നു. മറക്കരുത്, മാർക്ക് തോൽക്കുകയാണെങ്കിൽ നോട്ട് വീട് എനിക്ക് നൽകണം. ഓക്കെ ഷൈൻ, ഞാൻ സമ്മതിച്ചു. നീലിന് മുന്നിൽ ഷൈൻ മുട്ടുകുത്തി മാപ്പ് പറയണം. അതോടൊപ്പം ആ 100 വർഷം പഴക്കമുള്ള ഏതെങ്കിലും ഒരു ഔഷധ സസ്യം എനിക്ക് നൽകുകയും വേണം. അങ്ങനെ മാർക്ക് ഫെല്ലർ പറഞ്ഞതും ഷൈൻ സമ്മതിച്ച് അയാൾ മുന്നോട്ട് പോകാൻ നോക്കിയതും മാർക്ക് ഷൈനോട് പറഞ്ഞു, ഒരു നിമിഷം ഒന്ന് നിൽക്കേ. അങ്ങനെ പറഞ്ഞിട്ട് മാർക്ക് തിരിഞ്ഞ് അടുത്ത് നിൽക്കുന്ന ഷൈൻ്റെ ബോഡി ഗാർഡിനെ ഒരൊറ്റയാടി. ശരിക്കും അപ്രതീക്ഷിതമായി ഷൈൻ്റെ ബോഡി ഗാർഡിന്റെ കവിളിൽ മാർക്ക് ആഞ്ഞടിച്ചതും അവന്റെ കവിള് ആ നിമിഷം പൊട്ടിച്ചിതറുകയാണ്. തിരിച്ചറിയാൻ പറ്റാത്ത ശൈലിയിൽ ആ ബോഡി ഗാർഡിന്റെ മുഖം വികൃതമായി. അമ്പരന്ന് പോയ ഷൈനെ നോക്കി മാർക്ക് പറഞ്ഞു, ഇത് നിനക്ക് ഞാൻ നൽകേണ്ടതാണ്. പക്ഷെ അതിന് നീ തന്നെ ഒരു ഡേറ്റ് തീരുമാനിച്ചിരിക്കുന്നതുകൊണ്ട് ഞാൻ അത് അന്നത്തേക്ക് മാറ്റിവെക്കുകയാണ്. കഥയുടെ ഈ ഭാഗം ഞാൻ അവസാനിപ്പിക്കുന്നു. അടുത്ത ഭാഗവുമായി അടുത്ത ദിവസം വീണ്ടും കാണാം. ഇതുവരെ മാർക്ക് ഫെല്ലറുടെ കഥ നിങ്ങളോട് പറഞ്ഞത് ലൈഫിൽ നിന്ന് BS ചന്ദ്രമോഹൻ. കമന്റിൽ ചെയ്യുക. താങ്ക് യു.